ഓക്കെ, ഒരു കുഞ്ഞു ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണ് തുറക്കാം കേട്ടോ. കണ്ണടച്ച് ഒരു നോർമൽ ബ്രീത്തിൻ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ അവിടം മുതൽ നമുക്ക് ഇന്ന് എന്ത് ചെയ്യണം, തുടങ്ങണം. ഓക്കെ, അപ്പൊ അത്യാവശ്യം സിമ്പിൾ ചാപ്റ്റർ ആണ്. ചില സെക്ഷൻസ് ഒക്കെ കുറച്ച് വലിയ ടോപ്പിക്സ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രം, ഒരു വലിയൊരു പ്രദേശത്തെ കുറിച്ചിട്ട് അവിടെ പണ്ട് നടന്ന സംഭവങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്ററി. അറ്റ് ദ സെയിം ടൈം ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രദേശം, ആ ഒരു ചെറിയ പ്രദേശത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന എന്താ സാറേ വലിയൊരു കമന്റ് കണ്ടേ. ഓക്കെ, ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഫിലോമിന സ്കൂളിൽ നടക്കുന്ന ടൂർണമെന്റ് വരുന്നുണ്ടോ? വരാം, സ്ഥലം പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, യെസ്, ഒരു ഹോക്കി പ്ലെയർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നടന്നില്ല. ഓക്കെ, നോക്കിയിരുന്നു. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് നമ്മൾ, ഇന്ത്യയുടെ ഹിസ്റ്ററി. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന്റെ ചരിത്രം എടുക്കുന്നു. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരുപാട് ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം, ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും, അത് ലോക്കൽ ഹിസ്റ്ററിയിൽ വരും. അതായത് കൊടുങ്ങല്ലൂർ എന്തൊക്കെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, നിലവിൽ ആ സ്ഥലത്ത് എന്താ ചരിത്രപരമായ എന്തൊക്കെ സ്മാരകങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതെല്ലാം ഈ പറഞ്ഞ ഇതിൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ച് എല്ലാവരും. ഓക്കെ, അപ്പൊ ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ജസ്റ്റ് സ്ലൈഡ് ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. ചരിത്ര സ്രോതസ്സുകൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച ടോപ്പിക്കാണ് ഈ തന്നേക്കുന്നത്, നോക്കിക്കൊള്ളണം എന്തായാലും. ഓക്കെ, ഇനി ആർക്കിയോളജിക്കൽ സോഴ്സ് ഏതാണെന്നുള്ളത് ഇത് ചോദിച്ചു കഴിഞ്ഞ സമയത്താണ് എന്താ നമ്മളെല്ലാവരും റെൻസോ സാർ എന്താണ് ആൻസിയന്റെ അല്ലല്ലോ, നിങ്ങൾക്കൊക്കെ കോഡ് പഠിക്കാനായിട്ട് കോഡ് പറഞ്ഞത് എന്നെ വേണം തല്ലാനായിട്ട്. ഓക്കെ, ഓക്കെ, യെസ്, ഇതൊന്ന് വേഗം വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ, യെസ്, അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഏതാ? ആർക്കിയോളജിക് സോഴ്സസിൽ ലിത്തിക് മോണ്യുമെന്റ്സ്, കേവ്സ്, ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ്, പാലസസ്, കോയിൻസ്, എവിടെ നിന്നൊക്കെയാണ് തെളിവ് കിട്ടിയെന്നുള്ളത്. ഇതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്താണ്? അപ്പൊ ഏറ്റവും ആദ്യം ദ ലിത്തിക് മോണ്യുമെന്റ്സ് ആർ ഹിസ്റ്ററിക്കൽ റിമെയിൻസ് ഫൗണ്ട് ഔട്ട് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കേരള. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളെയാണ് നമ്മൾ ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഇത് വലിയ ശിലകൾ കൊണ്ട്, പാറകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചേക്കുന്നതായതുകൊണ്ടാണ് ഇതിനെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടം മുതൽ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങ് തുടങ്ങാം. ഓക്കെ, ഇവിടം മുതൽ നമുക്ക് അങ്ങ് തുടങ്ങാം. ഇത് കഴിഞ്ഞിട്ട് മഹാശിലാ സ്മാരകങ്ങളുടെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാൽ 2 പോയിന്റ്സ് ആയിട്ട് പറയണം. ദ ലിത്തിക് മോണ്യുമെന്റ്സ് ആർ ദ ഹിസ്റ്ററിക്കൽ റിമെയിൻസ് ഫൗണ്ട് ഔട്ട് ഫ്രം ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള. ആസ് ദീസ് വെർ ബിൽഡ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ് ദേ വെർ നോൺ ആസ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളാണ് ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിനെ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കൺസെപ്റ്റ്സ് ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാവരും. ഓക്കെ, ഒപ്പം പഠിച്ചു പോകും കേട്ടോ, ഒപ്പം പഠിച്ചു പോകും, വേറെ സമയം ഒന്നും മാറ്റി വെക്കുന്നൊന്നുമില്ല. ഇവിടെ വെച്ച് പഠിച്ചു പോയിക്കൊള്ളണം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ അത് ഈ മൊമെന്റിൽ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ഓക്കെ, സോ ഗെറ്റ് റെഡി. പഠിച്ചു കഴിഞ്ഞോ റൈസ് ആൻഡ് ചെയ്തോ, അന്നത്തെ പോലെ തന്നെ കേട്ടോ. ഓക്കെ, സോ എവിടെ നിർത്തിയോ അന്ന് അതേ ആവശ്യം ഒന്നും വേണം കേട്ടോ. ഓക്കെ, യെസ്, യെസ്, പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ കുറച്ച് പേര്? ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വേഗം ഒന്ന് റൈസ് ആൻഡ് കേട്ടോ.
അപ്പോൾ എന്താണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാൽ ദ ലിത്തിക് മോണ്യുമെന്റ്സ് ആർ ദ ഹിസ്റ്ററിക്കൽ റിമെയിൻസ് ഫൗണ്ട് ഔട്ട് ഫ്രം ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കേരള. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ചരിത്ര ശേഷിപ്പുകളെ, ഹിസ്റ്ററിക്കൽ റിമെയിൻസിനെയാണ് സാധാരണ എന്ത് പറയുന്നത്, മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഭൂരിഭാഗവും വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിനെന്തെന്ന് പറയുന്നുണ്ട്, മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഈ മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ചരിത്രപരമായ ശേഷിപ്പുകൾ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്കത് അടുത്ത സെക്ഷനിൽ പഠിക്കാം. എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 5 പേരോട് ഞാൻ ചോദിക്കും. 5 പേരോട് ചോദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിൽ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ടിക്ക് ചെയ്ത് വെക്കാനും വിട്ടുപോരുത് കേട്ടോ. ഓക്കെ, സോ വിളിക്കുന്നു സാർ. ആദ്യം ആരാ വിളിക്കും? ആരാ? ഹെവൻ. എവിടെ? ഹലോ, വേഗം എന്ന് പറഞ്ഞ അടിപൊളിയായിട്ട്. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? അടുത്ത ആൾ വിളിച്ചോ സാർ. അടുത്താരാ? ലക്ഷ്മി നന്ദ. ലക്ഷ്മി നന്ദ പറഞ്ഞു. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? പറ. പഠിച്ചോണ്ടിരിക്കുകയാണ്. വേഗം ഒന്ന് എഴുന്നേറ്റ് പഠിച്ചേ. വേഗം വേഗം വേഗം. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ സാർ, അടുത്താളെ വിളിക്കാം. അടുത്താറ? നിവേദിത. വേഗം എന്ന് പറഞ്ഞേ. ഏതൊക്കെയാ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റീസെൻഡ് ചെയ്ത്. ഇത് 24 പേരൊക്കെ ആയിട്ടുള്ളൂ. എനിക്ക് 100 മേലെ വേണം. വേഗം അടിപൊളിയായിട്ട് വാ, വിളിച്ചോ. നിവേദിത വേഗം എന്ന് പറഞ്ഞു. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ച പറയാൻ കിട്ടണല്ലേ? അത് ശരി. പിന്നെ നീ റീസെൻഡ് ചെയ്ത് എന്താ എഴുന്നേറ്റ് പഠിച്ചു വേഗം. അടുത്താളെ വിളിച്ചോ. അടുത്താര? ജോയലെ പറഞ്ഞു. എന്താണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാ? പാർട്സ് ഓഫ് ദ കേരള. ഓക്കെ മോനെ, മ്യൂട്ട് ചെയ്തു. അടുത്തൊരാളെ വിളിച്ചോ. അടുത്താര? ഹന്ന. വേഗം ഒന്ന് പറഞ്ഞു. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? വേഗം വേഗം പറഞ്ഞോ. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? അയ്യോ, ഹന്നയുടെ അൺമ്യൂട്ട് ആവണില്ലേ? അയ്യോ, ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഹന്ന. അടുത്ത ആൾ വിളിച്ചോ സാറേ. ടൈം കളയണ്ട. പഠിച്ച എല്ലാവരും വേഗം റൈസ് ഹാൻഡ് ചെയ്തോട്ടാ. പഠിച്ച എല്ലാവരും വേഗം, ഒട്ടും ടൈം കളയരുത്. കാരണം നമ്മുടെ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം കുഞ്ഞുങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്തിലോട്ട് പോകാൻ. ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് പഠിച്ചു കഴിഞ്ഞറിയോ? 65+ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആൾ വിളിച്ചോ സാർ. അടുത്താറ? ജനീഷ. വേഗം ഒന്ന് പറഞ്ഞു. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാൽ? ഓക്കെ കുഞ്ഞ്, സൂപ്പർ ആയിട്ട് പറഞ്ഞു. അടിപൊളി കേട്ടാ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ സാർ. അടുത്താറ? മിഥുൻ. മിഥുനെ പറഞ്ഞോ. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാ? പറഞ്ഞോ. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? അത് കുഴപ്പമില്ല, പഠിച്ചത്രേ പറ. ഇത്രയേരായില്ലേ? ഒന്ന് എഴുന്നേറ്റ് പഠിച്ച വേഗം. അടുത്ത ആൾ വിളിച്ചോ സാറേ. അടുത്ത ആള്? മെറ്റിൽഡ. എവിടെ മെറ്റിൽഡ? മെറ്റിൽഡ പറഞ്ഞോ. എന്താ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാ? അയ്യോ, അടുത്ത ആൾ വിളിച്ചോ. അതിന് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആരാ? സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ പറഞ്ഞോ. എന്താണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? ഓക്കെ, ഓക്കെ കുഞ്ഞ്, സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഓക്കെ, ഇനി ഒരാളോടും കൂടെ ചോദിക്കുകയുള്ളൂ. പഠിച്ച എല്ലാവരും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഇപ്പം തന്നെ 100 പേരായി. ഞാൻ 100 പേർ റൈസ് ഹാൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. മിനിമം നമ്മുടെ ക്ലാസ്സിൽ മിനിമം 100 പേര് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 100 അല്ല, അതിൽ കൂടുതൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഒരാളെയും കൂടെ വിളിക്കും. ആര് പറയും? ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ പറയുന്നുള്ള ഡാറ്റാണ്. നീ വേറെ ആരെങ്കിലും വിളിച്ചോ. ആയിഷ. ആയിഷ കുട്ടി വേഗം എന്ന് പറഞ്ഞു. എന്താണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിച്ചാ? Historical remains found of the different parts of the Kerala as they are built with the huge stones. They are known as megalithic monuments. Okay, മ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള ഏകദേശം 130+ സ്റ്റുഡൻസ് ഇപ്പം ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഒരു ക്ലാപ്പ് കൊടുത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആവേശം കൊണ്ട് എന്താ ചെയ്യാറുള്ളത്? അവർക്ക് പറഞ്ഞു യെസ്, ഉറക്കെ പറ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് പഠിച്ചു. യെസ്,
ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ വീട്ടിലെല്ലാവരും 3-4 ആൾ കേൾക്കണം. ഓക്കെ, അപ്പോൾ 3-4 ആൾ അറിയണം നമ്മളിരുന്ന് പഠിക്കുകയാണ് ക്ലാസ്സിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോകുന്നു. അപ്പോൾ ഈ എനർജി കഴിയുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. കഴിയുന്നവരെ ഈ എനർജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം, ഇന്ന് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന അത്രയും ടോപ്പിക്സ് നിങ്ങൾ ഈ ക്ലാസ്സിൽ വെച്ച് പഠിച്ചു തീർക്കും കേട്ടോ. ഈ റിവിഷന്റെ തലേ ദിവസം പോലും ഇത് തുറന്നു നോക്കേണ്ട അവസ്ഥ വരരുത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ സംഭവം പഠിക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ പിക്ചർ ഇതേപോലെ തന്നിട്ട് നമ്മളോട് ചോദിക്കും, എടാ ഇത് എന്തൊക്കെയാണെന്ന് ചോദിക്കും, കിട്ടണം. ഓക്കെ, വേഗം സാർ എല്ലാവരും ഓവർ ചെയ്തു. പഠിക്കാനായിട്ട് വെറും 10 സെക്കൻഡ് അതിനുള്ളിൽ, ഈ 10 സെക്കൻഡിനുള്ളിൽ എല്ലാവരും ഇത് പഠിച്ചു കഴിയണം കേട്ടോ. ഏതൊക്കെയാ? തൊപ്പിക്കല്ല്, അതേപോലെ കുടക്കല്ല്, മുനിയറ. ഒന്നും കൂടെ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ. ഒന്നും കൂടെ, ഏതൊക്കെയാ? തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ. അപ്പൊ മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അടിപൊളിയായിട്ട് പറഞ്ഞു തരണം. ഏതൊക്കെയാ? തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ. ഓക്കെ, ചോദിക്കുന്നു, വേഗം പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും റൈസ് ഹാൻഡ് ചെയ്തു. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് ചോദിക്കും. ചിലപ്പോൾ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്താണ്, താഴെ പറയുന്ന മെഗാലിറ്റിക് മോണ്യുമെന്റ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഈ സാധനങ്ങളുടെ പേര് എന്തൊക്കെയാണെന്ന് ചോദിക്കും. എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും അടിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം. ഓക്കെ, ഞാൻ മിനിമം 100 പേരെ പറയാറുള്ളൂ. ഇപ്പൊ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 120+ ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വിളിച്ചോ ഒരു 5 പേര് ആരെങ്കിലും. ചെയ്തവരും ചെയ്യാത്തവരൊക്കെ ചറ പറ വിളിച്ചോ. ഓക്കെ, ആരാ? നവ്യ. വേഗം ഒന്ന് പറഞ്ഞ ഏതൊക്കെ എക്സാമ്പിൾ ഓഫ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് ഏതൊക്കെയാ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അടുത്താളെ വിളിച്ചോ. അടുത്താരാ? ആദ്യം പറഞ്ഞോ എക്സാമ്പിൾ ഏതൊക്കെയാ? സ്പീഡിൽ വിളിച്ചോട്ടെ സാർ. ഓക്കെ, പറഞ്ഞോ ഏതൊക്കെ എക്സാമ്പിൾ? അടുത്ത വിളിച്ചോ. വേദ വേഗം പറഞ്ഞോ. സിമ്പിൾ, പവർ. ഓക്കെ, അടുത്ത വിളിച്ചോ. അടുത്താരാ? ത്രിലോക് ചേട്ടാ പറഞ്ഞോ ഏതൊക്കെ എക്സാമ്പിൾ ഓഫ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് ഏതൊക്കെയാ? ടാറ്റർ. ഓക്കെ, അടുത്ത വിളിച്ചോ. അടുത്താരാ? അദ്വയ. വേഗം ഒന്ന് പറഞ്ഞോ ഏതൊക്കെയാ എക്സാമ്പിൾ ഓഫ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? മുനിയറ. ഓക്കെ, അദ്വയുടെ വീട് എവിടെയാ? അഷ്ടമിച്ചിറ. ഓക്കെ, മാള. ഓക്കെ, അടുത്ത വിളിച്ചോ സാർ. അടുത്താരാ? ദീക്ഷിത്. വേഗം ഒന്ന് പറഞ്ഞു വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ്? ഓക്കെ, നമ്മുടെ ക്ലാസ്സിലുള്ള സർവ്വകാല റെക്കോർഡ്, അതായത് ഇപ്പൊ ഏകദേശം എത്ര പേര് പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ റൈസ് ആൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 180 പേരിലധികം. ഓക്കെ, സെറ്റാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ. വെൽ ഡൺ. ചിരിച്ചിട്ട്. ഓക്കെ, യെസ്, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ഇനി ഏതൊക്കെ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദിച്ചാലും ഞാൻ എഴുതും എന്നുള്ളവരാണെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചേ. യെസ്, അപ്പോൾ ഈ എനർജി കഴിയുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ലിഖിതങ്ങൾ എന്ന് പറയും. ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അതായത് ഇതേപോലത്തെ ഒരു ശില. ഓക്കെ, ഇതേപോലത്തെ ഒരു ശിലയിൽ ഇതേപോലെ എഴുതി അല്ലെങ്കിൽ കൊത്തി വെച്ചേക്കുന്ന സാധനങ്ങളെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പാറ, ഈ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും. സാധാരണഗതിയിൽ ഇത് പാറകളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥലങ്ങളിലോ ആണ് ഇത് എന്ത് ചെയ്യുന്നത്? എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഒന്നും കൂടെ തലയാട്ടി. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ കുത്തി വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ. ചിലപ്പോൾ ഇവിടെ ഇതേപോലെ കുത്തി വെച്ചേക്കുന്നതൊക്കെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്നതായിരിക്കുള്ളൂ. എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെ സാധാരണ നമ്മൾ എന്ത് പറയും? ലിഖിതങ്ങൾ അഥവാ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയും. സംഗതി എനിക്ക് ഇത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട എഴുതി വെച്ചേക്കുന്ന അല്ലെങ്കിൽ കൊത്തി വെച്ചേക്കുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ഇനി എന്താണെന്ന് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻസ്ക്രിപ്ഷൻസ് ആർ ദ മെസ്സേജസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ഡ്രോയിങ് ഓർ എൻഗ്രേവിംഗ്സ് ഓൺ സർഫസ്. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ദേ ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർഫസസ്. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് വേണ്ട, ഈ ഒന്നാമത്തെ പോയിന്റ് മാത്രം ഇപ്പൊ പഠിച്ചാൽ മതി. സാർ എല്ലാവരും ഒന്ന് ലോവർ ചെയ്ത്. ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞാണോ? അല്ലല്ലോ. ഓക്കെ, എല്ലാവരും ഒന്ന് ലോവർ ചെയ്തോ വേഗം. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ റൈസ് ഹാൻഡ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ, ഉറക്കെ പറയണം, വീട്ടിലെ 3-4 ആൾ കേൾക്കണം. ഇൻസ്ക്രിപ്ഷൻസ് ആർ ദ മെസ്സേജസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡ്രോയിങ് ഓർ എൻക്രേവിങ്സ്. അതായത് ചിത്രം വരച്ചേക്കുന്നതോ കൊത്തി വെച്ചേക്കുന്നതോ എഴുതി വെച്ചേക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിഖിതങ്ങൾ അഥവാ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് ചോദിച്ചാൽ inscriptions are the messages or statements in the form of drawing or engravings on the surface.
ഓക്കെ, ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ഷേത്ര പ്രവേശന വിളംബരം ഇതൊരു ലിഖിതമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ആ ഒരു ക്ഷേത്രത്തിൽ ഹിന്ദുക്കളുടെ തന്നെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കയറാനായിട്ട് അനുമതി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു അനുമതി മേടിച്ചു കൊടുത്തത് നമ്മുടെ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ്. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചിത്തിര തിരുനാൾ എന്നൊക്കെ എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു മഹാരാജാവിന്റെ കാലത്താണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനമൊക്കെ അനുവദിച്ച് അവിടെ ഉത്തരവൊക്കെ ഇറക്കിയത്. അപ്പോൾ അത് ഏത് ഡേറ്റിലാണ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ്, കൊല്ലവർഷം ഈ ഡേറ്റിലാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതാണ് ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർ വേഗം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. സാർ എത്ര പേരായിട്ടുണ്ട് ഏകദേശം എന്നറിയാൻ? ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, 70+, 80+, 90+. വെരി ഗുഡ്. ഇനി ചോദിക്കാം. അപ്പോൾ 5, 6, 7 പേരോട് ഞാൻ ചോദിക്കും, എങ്ങനെയൊക്കെ ചോദിച്ചാലും എനിക്ക് എന്തായാലും കിട്ടണം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് വേഗം ഒന്ന് പറഞ്ഞു തന്നെ. 100+ ഒക്കെ കഴിഞ്ഞിട്ടാ. ഓക്കെ, വിളിച്ചോ. അടുത്ത ആദ്യം ആരോ വിളിക്കും സാറേ? ആരാ? അമലേ. വേഗം അടിപൊളിയായിട്ട് പറഞ്ഞു. എന്താ ഇൻസ്ക്രിപ്ഷൻ എന്ന് ചോദിച്ചാൽ വേഗം. സർഫസ്. ഓക്കെ, കിട്ടിലായിട്ട് പറഞ്ഞു. ഓക്കെ, സൂപ്പർ. ഓക്കെ, അടുത്ത ആരാ സാറേ? അടുത്ത ആൾ വിളിച്ചോ. ആൻ. ആൻ വേഗം പറഞ്ഞു. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? പറഞ്ഞോ. മ്യൂട്ട് ചെയ്തു. അടുത്ത ആൾ വിളിച്ചു സാർ. അടുത്താരാ? ആരാ? അക്ഷത. അക്ഷത പറഞ്ഞോ. Inscriptions are said to statement in the form of drawings in the engravings on a surface. They are inscribed on the different types of the surfaces. Okay, മോനെ മ്യൂട്ട് ചെയ്തു. ഓക്കെ, സെറ്റ് ആണ്. അടുത്ത ആൾ വിളിച്ചു സാർ. അടുത്താരാ? ആരാ? ഗണേഷ്. ഗണേഷ് ചേട്ടാ വേഗം പറഞ്ഞു. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ലിഖിതങ്ങൾ എന്ന് ചോദിച്ചാൽ? മ്യൂട്ട് ചെയ്തു. സെറ്റ് ആണ്, പഠിച്ചിട്ടുണ്ടേ. ഓക്കെ, അടുത്ത ആൾ ആരാ സാറേ? അടുത്താരാ? ആരാ? നെഹർ. നെഹർ മോനെ വേഗം ഒന്ന് പറഞ്ഞോ. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് ചോദിച്ചാ? മ്യൂട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ സാർ. അടുത്താരാ? ആരാ? ആയുഷ്. ആയുഷെ പറഞ്ഞു. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് ചോദിച്ചാൽ എന്താ പറയണ്ടേ? In the form of or engravings. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞു. ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ഒന്നുകൂടെ ശരിയാവാറുണ്ട്. ഓക്കെ, യെസ്. നിന്റെ ബാക്കിൽ ഏതാണ് 2 കണ്ണുകൾ ഞാൻ കാണുന്നത്? ആരാണ്? ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അമ്മയാണ്. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അടുത്താരാ? ഗൗരിയ. ഓക്കെ, ഗൗരി വേഗം ഒന്ന് പറഞ്ഞോ. ഓക്കെ, സൂപ്പർ. ലാസ്റ്റ് ഒരാളോടും കൂടെ ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സിൽ മുഴുവൻ പേരും എന്ത് ചെയ്യണം? പഠിച്ചു കഴിയണം. ഇനി പഠിച്ചു കഴിയാത്തവരുണ്ടാവരുത്. ഓക്കെ, വിളിച്ചോ. ആരാ വിളിക്കും സാർ? ഓക്കെ, ദിയ പറഞ്ഞോ. ദിയ പറഞ്ഞോ. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ് ചോദിച്ചാൽ? ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഇത് പഠിച്ചു കഴിഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ച സ്ക്രീനിലേക്ക്. എനിക്കിത് സെറ്റാണ്, വേറെ ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. മെറ്റീരിയലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നത് പോലെയൊക്കെ എല്ലാവരും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതേപോലെ പഠിച്ചു കഴിഞ്ഞ ചോദ്യങ്ങൾ ഒരു കുഞ്ഞ് ടിക്കറ്റ് വെച്ചേക്കണം. കാരണം ഇനി ഇതെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളോട് മൈൻഡ് പറയണം, എടാ ഇതൊക്കെ നീ കുറച്ച് ദിവസം മുമ്പ് പഠിച്ചതല്ലേ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ പഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. ഇപ്പം തന്നെ പഠിച്ചു തീർക്കണം കേട്ടോ. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ സർഫസസ് വെർ ദ ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് മെയ്ഡ് അല്ലെങ്കിൽ മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന വ്യത്യസ്ത പ്രതലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. മെറ്റൽ പ്ലേറ്റ്സ്, ലോഹ തകിടുകൾ, സ്റ്റോൺസ് അതായത് ശിലകൾ, പാം ലീവ്സ് അഥവാ ഓലകൾ. ഈ 3 സാർ എല്ലാവരും ഒന്ന് ലോവർ ചെയ്ത്. ഈ 3 സ്ഥലങ്ങളിലായിട്ടാണ് ലിഖിതങ്ങൾ, അതായത് പുരാതന കാലത്തെ
ലിഖിതങ്ങളെയാണ് ഈ പറഞ്ഞ പുരാലിഖിതങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പുരാലിഖിതങ്ങൾ അഥവാ ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് കണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ഈ പറയുന്ന മെറ്റൽ പ്ലേറ്റ്സ് അഥവാ ലോഹ തകിടുകൾ എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് സ്റ്റോൺസ് അഥവാ ശിലകൾ എന്ന് പറയും. മൂന്നാമതായിട്ട് പാം ലീവ്സ് അഥവാ ഓലകൾ എന്ന് പറയും. മക്കളെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരൊറ്റ വട്ടം കൂടെ എൻ്റെ പുറക്കെ പറയണം, വീട്ടിലെ 3-4 ആൾ കേൾക്കണം. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, പഠിച്ചു കഴിയും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ? മെറ്റൽ പ്ലേറ്റ്സ്, സ്റ്റോൺസ്, പാം ലീവ്സ്, ലോഹ തകിടുകൾ, ശിലകൾ, ഓലകൾ, ഇതൊക്കെയാണ് നമ്മൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. ഓക്കെ, കുഞ്ഞുങ്ങളെ സെറ്റാണ് എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്തേ. ഓക്കെ, ഇപ്പോൾ എല്ലാവരും നമ്മുടെ ആ ഒരു പാറ്റേണിലോട്ട് എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, റൈസ് ആൻഡ് ചെയ്യണം, ഉറക്കെ പറയണം 3-4 പ്രാവശ്യം. ആ ഒരു സംഭവത്തിലോട്ടൊക്കെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. മെറ്റീരിയൽ ഈ സംഭവമൊക്കെ വായിച്ചു നോക്കിയിട്ട് ഓരോന്നിനും നേരെ ഒരു കുഞ്ഞ് ടിക്കോ അണ്ടർലൈനോ ഒക്കെ ചെയ്ത് വെച്ചോട്ടാ. കാര്യം പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, ഞാൻ പറയുന്ന ഒരാളെ വിളിക്കൂ സാറേ. ഈ ലെഫ്റ്റ് സൈഡിൽ തേർഡ് റോയിൽ 3-ാമത്തെ ആൾ, ലെഫ്റ്റ് 3-ാമത്തെ. വിളിച്ചോ. പറഞ്ഞോ, ഏതാ ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എക്സാമ്പിൾ ഏതൊക്കെയാ? പാം ലീവ്സ്. ഓക്കെ, ഇവിടെ ഞാൻ വീട് എവിടെയാണെന്ന് ചോദിച്ചിരുന്ന? മാളയിലാണോ വീട്? അല്ല, എവിടെയാ? ചാലക്കുടി. ഓക്കെ, അറിയില്ല. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, കാരണം ഞാൻ മാള സെൻറ്ററിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ ഓഫ്ലൈനിൽ നമ്മൾ കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, കുറച്ച് പേരെ. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് കണ്ടതുപോലെ തോന്നി. അപ്പോൾ അതേറെ ചോദിച്ചത്. ഓക്കെ, നിന്നെ ആയിരിക്കില്ല. ഓക്കെ, നിന്റെ പോലത്തെ വേറെ ആരെങ്കിലും ആയിരിക്കും. അടുത്താളെ വിളിച്ചു. അടുത്താരാ? ക്രിസ്പോൾ. ക്രിസ് ചേട്ടാ വേഗം ഒന്ന് പറഞ്ഞേ, ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എവിടെയൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്? വേഗം പറ. പറഞ്ഞോ, എവിടെയൊക്കെയാണ് കാണാറുള്ളത്? പറ. എന്തുട്ടാണെന്നാ? ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എവിടെയൊക്കെയാണ് കാണാറുള്ളത്? മെറ്റൽ പ്ലേറ്റ്സ്, സ്റ്റോൺസ്, പാം ലീവ്സ്. പഠിച്ചാ? ഇല്ല. ഒന്ന് എഴുന്നേറ്റ്. ഒരു കൈയും ഒരു കാലും പൊക്കി നിന്നു കേട്ടോ, എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. ലെഫ്റ്റ് നിന്ന അവന്റെ ലെഫ്റ്റ്. ചെക്കൻ ഒരു കൈ ഒരു കാലും പൊക്കി നിന്ന് തലയെ കുത്തി വീണ എൻ്റെ തലയിലാവുന്നത്. എടാ കാല് നിലത്ത് കുത്തിക്കോ കേട്ടാ. ഓക്കെ, ആ ലെഫ്റ്റ് ആരാ? മഹാദേവ്. വിളിച്ചോ. അതാണോ സാർ ലെഫ്റ്റ്? അവിടെയാണ് പുരാലിഖിതങ്ങൾ എന്ത് ചെയ്ത് രേഖപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അടുത്ത ആൾ വിളിച്ചു. അടുത്താരാ? ആരാ? അബിയ. അബിയ പറഞ്ഞോ, എവിടെ നിന്നാണ് ഈ പറഞ്ഞ ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എവിടേക്കാണ് രേഖപ്പെടുത്തിയിരുന്നതെന്ന് ചോദിച്ചാൽ വേഗം പറഞ്ഞോ. എവിടെന്നാ? പാം ലീവ്സ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഒരു 3 പേരോടും കൂടെ സ്പീഡിൽ ചോദിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ. പഠിച്ചു കഴിഞ്ഞാൽ റൈസ് ആൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ എത്ര പേര് പഠിച്ചെന്ന് അറിയും? 165 പേര് പഠിച്ചു, 175 പേര് പഠിച്ചു റൈസ് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചു. അടുത്താരാ? സനീക. വേഗം ഒന്ന് പറഞ്ഞോ, ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസ് എവിടേക്കാണ് കൊത്തി വെച്ചിരുന്നതെന്നൊക്കെ ചോദിച്ചാ പറഞ്ഞോ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് താലട്ടാ. ഓക്കെ, ഞാനാണ് ഏറ്റവും അടിപൊളിയായിട്ട് പറയാൻ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അടിയിലിരിക്കുന്ന ബ്ലാക്കിൽ വിളിച്ചു. ആരാ? സ്ലീവോ. വാവ്, അടിപൊളി പേരാണല്ലോ സ്ലീവോ. പറഞ്ഞോ. ഗുഡ് ഈവനിങ് സാർ. പറഞ്ഞോ, എവിടേക്കാണ് ഈ പറഞ്ഞ സംഭവം രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? പാം ലീവ്സ്. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ സെറ്റാണ്. ഒരു ഡൗട്ടും എനിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വെൽ ഡൺ പറഞ്ഞേ. ഉറക്കെ ഉറക്കെ പറയും, വീട്ടിൽ 3-4 ആൾ കേൾക്കണം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി ആ ഒരു കൈയും ഒരു കാലും പൊക്കി എഴുന്നേപ്പിച്ച് നിർത്തിയൊരു സാധനം ഉണ്ടായില്ലേ, അതിനോട് ഇരുന്നോളം പറയട്ടാ. ഓക്കെ, ഇനി എങ്ങാനും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മെൻഷൻ ദ സെവറൽ ഇൻസ്ക്രിപ്ഷൻസ് വിച്ച് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം കേരള. കേരളത്തിൽ നമ്മൾ ഇതേപോലെ കണ്ടെത്തിയിട്ടുള്ള ചില ലിഖിതങ്ങളുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതാണ് പഠിക്കേണ്ടത്. ഓക്കെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ റീസെന്റിൽ ഞാൻ പറയട്ടെ, എന്നിട്ട് ഇവരൊക്കെ നേരത്തെ പഠിച്ചു വെച്ചേക്കാണെന്ന് തോന്നുന്നുണ്ട്. ഒന്ന്, തരിസാപ്പിള്ളി ഇൻസ്ക്രിപ്ഷൻ കൊല്ലം ജില്ലയിലെ, ജൂവിഷ് കോപ്പർ പ്ലേറ്റ്സ് മട്ടാഞ്ചേരി, പാലിയം കോപ്പർ പ്ലേറ്റ്സ് ഓക്കെ ആലപ്പുഴ ആർ ദ മേജർ ഇൻ കേരള. തരിസാപ്പിള്ളി ലിഖിതം, ജൂതശാസനം, പാലിയം ശാസനം എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ലിഖിതങ്ങൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ കഴിഞ്ഞു.
ഓക്കെ, ഒരൊറ്റ വട്ടം കൂടെ ഞാൻ പറയും, ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കേട്ടോ. ദ കേരള സ്റ്റേറ്റ് എയർ ഇൻസ്ക്രിപ്ഷൻ ഫൗണ്ട് the chiefs departments, that means archive departments, supervises the collection and conservation of the ancient inscription Kerala. കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരളത്തിലെ ആർക്കീവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ആരാണ് ഈ പറഞ്ഞ സംഭവം ഇതിന് നേതൃത്വമൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളത് ഓർത്തിരുന്നേക്കുക. കേരള സ്റ്റേറ്റ് ദ കേരള സ്റ്റേറ്റ് ഇൻസ്ക്രിപ്ഷൻസ്, അതായത് കേരള സ്റ്റേറ്റ് ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പുരാവസ്തു വകുപ്പ് എന്നൊക്കെ നമ്മൾ പറയൂലേ, അപ്പോൾ അതാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയും. സോ ഈ ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇതിന്റെ നേതൃത്വം ഉള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, കാര്യം പരീക്ഷയ്ക്ക് നമ്മളോട് 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് പറഞ്ഞ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഉറക്കപ്പുറ, ഒന്നും കൂടെ ഉറക്കപ്പുറ, കുറച്ചുകൂടെ. അടുക്കളയിൽ നിൽക്കാൻ അമ്മ കേൾക്കണം, അത്ര ഉറക്കം ഒന്നുകൂടെ പറഞ്ഞ ഏത് ഡിപ്പാർട്ട്മെന്റാ, ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെറ്റാണ്. ഇനി അത് മറക്കൂല എന്നുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് പഞ്ച് ചെയ്ത് കാണിച്ചു എല്ലാവരും. ഇനി ഞാനത് മറക്കൂല എന്നുണ്ടെങ്കിൽ ഓക്കെ, മറക്കൂല. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് സെവറൽ ഇൻസ്ക്രിപ്ഷൻസ് വിച്ച് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം കേരള എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഇനി പറയുന്ന കാര്യങ്ങളാണ്. തരിസാപ്പള്ളി ശാസനം അഥവാ തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, ജൂവിഷ് കോപ്പർ പ്ലേറ്റ് അതായത് ജൂത ശാസനം, പാലിയം കോപ്പർ പ്ലേറ്റ് അതായത് പാലിയം ശാസനം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നത്. ഈ 3 പേരുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തോ കേട്ടോ. ഈ 3 പേരുകൾ മാത്രം. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പറയേണ്ടത് ഇതാണ്, കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ശാസനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദാ ഇനി പറയുന്നതാണ്. നോക്കിയിരുന്നു ഏതൊക്കെയാ, തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, ജൂവിഷ് കോപ്പർ പ്ലേറ്റ്, പാലിയം കോപ്പർ പ്ലേറ്റ്. ഒന്നുകൂടെ, തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ്, ജൂവിഷ് കോപ്പർ പ്ലേറ്റ്, പാലിയം കോപ്പർ പ്ലേറ്റ്, തരിസാപ്പള്ളി ലിഖിതം, ജൂതശാസനം, പാലിയം ശാസനം. പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളും വേഗം റൈസ് ഹാൻഡ് ചെയ്തേ. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 50 പേര് പ്ലസ് ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഓരോരുത്തരായിട്ട് വിളിക്കാം സാർ. വേഗം വിളിച്ചോ, ആരെങ്കിലും ഒക്കെ വിളിച്ചോ. ആരാ? കെൻട്രിക്. വേഗം ഒന്ന് പറഞ്ഞേ, കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാ. ഇനി ഇത് എനിക്ക് ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളവർക്ക് ഞാൻ ഒരു വഴിയും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെയുള്ളവർക്ക്, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുന്നവർക്ക് ഈ സാധനം വെറുതെ വായിച്ച് പഠിക്കുന്നവർക്ക് ഒരു ദിവസം ഈ സാധനം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി പറയുന്ന കാര്യം ചെയ്യുന്നവർക്ക് ഇത് 2 ദിവസം ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ 3 ദിവസം നിൽക്കും. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ സംഭവം ഒരു പ്രാവശ്യം എഴുതിയും കൂടെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞ സംഭവം ഒരു നോട്ട്ബുക്കിൽ ഭയങ്കര ഭംഗിയിൽ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എഴുതണ്ട, ഒറ്റ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ സാധനം എനിക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് കുറേ പേര് വെറുതെ ഇരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കുകയാണ്. എടാ, ഒന്നാമത്തതാണ് ഈ പറഞ്ഞ തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഈ പറഞ്ഞ ജൂവിഷ് കോപ്പർ പ്ലേറ്റ്. ഇനി മൂന്നാമതായിട്ട് പഠിച്ചത് ഏതായിരുന്നു, ഈ പറഞ്ഞ പാലിയം കോപ്പർ പ്ലേറ്റ്സ്. ഓക്കെ, കോപ്പർ പ്ലേറ്റ്സ്. ഈ 3 എണ്ണമാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയത് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്, അതായത് ശാസനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ഒറ്റ പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം മറക്കേയില്ല. ഓക്കെ, അപ്പോൾ വേഗം ഞാൻ വിളിച്ച് ചോദിക്കും, എനിക്ക് സ്പീഡി പറഞ്ഞു തരണം. ഓക്കെ, ഓരോരുത്തരായിട്ട് വിളിച്ചു സാറേ വേഗം. കെൻട്രിക്ക് പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞ സെവറൽ ഇൻസ്ക്രിപ്ഷൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ടാറ്റ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അടുത്താരാ? ഏഞ്ചലീന. വേഗം ഒന്ന് പറഞ്ഞ ഏതൊക്കെയാ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ എക്സാമ്പിൾ? ഓക്കെ കുഞ്ഞ്, സൂപ്പർ ആയിട്ട് പറഞ്ഞു, മ്യൂട്ട് ചെയ്തു. അടുത്ത ആൾ വിളിച്ചോ. അടുത്താരാ? ഏഞ്ചലേ പറഞ്ഞോ, എന്താ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞു. എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ വിളിച്ചോ. അടുത്താരാ? പേര് വിളിച്ച് അൺമ്യൂട്ട് ചെയ്തേ. എന്ത് കഷ്ടമാണ് നീ കാണിച്ച്. എന്ത് പേരാണ് നിനക്ക് ഇട്ടേക്കണത്? പേരെന്താണ് നിന്റെ? ഇത് മനസ്സിലായില്ല എന്നുള്ള ഒരു ഡാറ്റ കാണിച്ചേ. എല്ലാരും കാണിച്ചിട്ടുണ്ടോ? ഇനി പതുക്കെ ഒന്ന് പറഞ്ഞ എന്താണെന്ന് ഒന്ന് പറഞ്ഞ കേൾക്കണില്ല. ഏഞ്ചൽ എന്ന് മാത്രം കേട്ടു, ബാക്കി എന്താ? ഏഞ്ചലിക്ക. അതൊക്കെ ബുദ്ധിമുട്ടാണ് വിളിക്കാൻ. നിന്നെ വീട്ടിൽ വിളിക്കാൻ എന്താണ്? ആര്? അത് മതി. പിന്നെ ഏഞ്ചലിക്ക. അമ്മ പറഞ്ഞേ ഏതൊക്കെ ഇൻസ്ക്രിപ്ഷൻസ്?
Palm corporate, പിന്നെ Jewish corporate. അടിപൊളി. ഓക്കെ, യെസ്. ഇനി ശ്രദ്ധിച്ചൊക്കെ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, പഠിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് റീസെന്റ് ചെയ്തൂടെ? ഓക്കെ, അടുത്ത ആളോട് ചോദിച്ചാൽ അടുത്താരാ? ഫെർണാണ്ടോ സാർ. പറ, ഏതൊക്കെയാ എക്സാമ്പിൾസ്? ഉറക്കെ പറ, ഏതാ? ഇത്രയും വലിയ ഹെഡ്ഫോണും സൗണ്ടും ഇല്ല. നീ മര്യാദ ശരിയായിക്കോട്ടെ വേഗം. ഓക്കെ, മാർക്ക് ചെയ്തോട്ടെ ഇത് ഇൻട്രാക്ഷൻ ഒക്കെ. അടുത്താളോട് ചോദിച്ചു. അടുത്താരാ? അഫ്നാൻ. അഫ്നാനെ പറഞ്ഞോ, ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ, ഏതൊക്കെയാ? ഹലോ, പറഞ്ഞോ, ഏതൊക്കെയാണ് 3 ഇൻസ്ക്രിപ്ഷൻസ്? കേൾക്കണുണ്ടോ? പറഞ്ഞോ. particular insect, പിന്നെ Jewish corporate, പിന്നെ പാവം കൊച്ചിന് തരിസാപ്പള്ളിയിൽ നിന്ന് വായിക്കാൻ കിട്ടണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നീ വെറുതെ ഹലോ പറഞ്ഞ കളിക്കുന്നത്. എനിക്ക് മനസ്സിലായി. തരിസാപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ, ജൂവിഷ് കോപ്പർ പ്ലേറ്റ്, പാലിയം കോപ്പർ പ്ലേറ്റ്. ശ്രദ്ധിച്ച് വായിക്കണം കേട്ടാ, കേട്ടാ? ഓക്കെ, ഒരു പ്രാവശ്യം നീ എഴുതി നോക്കണം കേട്ടോ. ഞാനൊരു ബുക്ക് ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ലാസ്റ്റ് ഒരാളോടും കൂടെ ഞാൻ ചോദിക്കുകയുള്ളൂ. ഈ അടിയിലിരിക്കുന്ന 2 പേരോട് ചോദിച്ചു. ഒരാളാക്കട്ടെ. ആരാ? ആൻട്രീസ. ആൻട്രീസ പറഞ്ഞോ, ഏതൊക്കെയാ? ഏതൊക്കെയാണ്? ജൂയിഷ് കോപ്പർ പ്ലേറ്റ് പറഞ്ഞോ. അവിടെ തരിസാപ്പിള്ളി ഇൻസ്ക്രിപ്ഷൻ. നീ 2 പ്രാവശ്യം ഒന്ന് എഴുന്നേറ്റ് വായിച്ചു കേട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞു സാർ. ഇനി എപ്പോൾ ചോദിച്ചാലും എനിക്കിത് കിട്ടും. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ വിവിധ ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്ക് കിട്ടും. ഒരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഉറക്കെ യെസ് എന്ന് പറഞ്ഞാൽ മതി. ഉറക്കെ പറഞ്ഞേ, വീട്ടിലുള്ളവരൊക്കെ ഞെട്ടണം. അയ്യേ, യെസ് ഇങ്ങനെയല്ല, ഉറക്കെ യെസ്. അത് തന്നെ ഉറക്കെ പറയണം കേട്ടോ, വീട്ടിലെല്ലാവരും കേൾക്കണം. ഞാൻ അന്ന് പറഞ്ഞ പോലെ അമ്മയൊക്കെ അടുക്കളയിൽ നിന്ന് ഓടി പറഞ്ഞു, അയ്യോ എന്താണെന്ന് ഒച്ച വിളിയൊക്കെ കേട്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം എല്ലാവരും അറിയണം കേട്ടോ, പഠിക്കാൻ വേണം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സ്ലൈഡൊന്നും കാണിക്കുന്നില്ല സാർ. എല്ലാവരും ഒന്ന് ലോവർ ചെയ്തേ. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഞാൻ പറയും, ആൻസർ നിങ്ങൾ എല്ലാവരും എഴുതണം. കേരളത്തിലെ ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കണ്ടെത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റാ? അറിയാവുന്നവരൊന്ന് എഴുതി വേഗം നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതണം. എനിക്ക് നോട്ട്ബുക്ക് എന്ന് ഞാൻ ചെക്ക് ചെയ്യൂട്ടോ എല്ലാവരുടെയും. ഏത് ഡിപ്പാർട്ട്മെന്റാ? റൈസാൻ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റാ? വേഗം ഫാസ്റ്റ്. ഒരു പേപ്പറിൽ എവിടെയെങ്കിലും എഴുതിയാൽ മതി. ഇതേപോലത്തെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതെവിടെ ഇങ്ങനെ എഴുതിയാൽ മതി വേഗം. ഓക്കെ, സോ വേഗം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റാ? എഴുതിയോ സാർ എല്ലാവരും? ഓക്കെ, ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ ഒന്നും ഒളിഞ്ഞു നോക്കരുത് കേട്ടോ. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കുറച്ചുകൂടെ കറക്റ്റ് കേട്ടോ. ശരിയായവര് മാത്രം സ്ക്രീനിലേക്ക് നോക്കിയിട്ട് വെൽ ഡൺ ഒന്ന് കാണിച്ചേ. യെസ്, യു ഡിഡ് ഇറ്റ്. ഓക്കെ, ഇത്രയും പേരെ ശരിയായില്ലേ? ശരിയായവരൊക്കെ സ്ക്രീനിലേക്ക് നോക്കി പുഞ്ചിരിച്ച് കാണിച്ചിനി. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ബുക്കൊന്ന് കാണിച്ച് എഴുതി എല്ലാവരും. പുസ്തകം സ്ക്രീനിലേക്ക് ഇങ്ങനെ കാണിച്ചില്ലേ സാർ? എല്ലാവരും കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിപ്പോ വെച്ചോട്ടെ, നമുക്കിത് കഴിഞ്ഞിട്ട് പിടിക്കാൻ വരാം. യെസ്, ഓക്കെ, താഴ്ത്തു വെച്ചോ. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് കോട്ടകളെ കുറിച്ചിട്ടാണ്. കോട്ട, യെസ്. ഏതൊക്കെ കോട്ടകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? മെറ്റീരിയലിലോ ടെക്സ്റ്റ് ബുക്കിലോ ഒളിഞ്ഞു നോക്കരുത് കേട്ടോ. കോട്ടകൾ കേട്ടിട്ടുള്ളവരായിട്ടാണ് കുറെ പേര് കേട്ടിട്ടുണ്ട്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു കോട്ട ഏത് കോട്ടയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയാമെന്നുള്ളവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഏത് കോട്ടയാണെന്ന് എനിക്ക് അറിയാം, മനസ്സിലായി എന്നുള്ളവര്. ബേക്കൽ കോട്ടയല്ല കേട്ടോ. ഏത് കോട്ടയാ? എന്റെ ബാക്കിൽ കാണുന്നത് കേട്ടോ. ഏത് കോട്ടയാ അറിയോ ആർക്കെങ്കിലും? ചന്ദ്രഗിരിയാ. കേരളത്തിലത്തെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞു.
നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന. ഓക്കെ, അറക്കല. ഞാൻ പറയാം, നീ ഇങ്ങോട്ട് പോണ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്ന കോട്ട സകലതും പറയാം. കേരളത്തിലുള്ള എല്ലാ കോട്ടയും. അതാണ് ഫോർട്ട് കൊച്ചി, അതിൻ്റെ അടുത്താ. നീ വിളിക്കാം. ഈ റെഡ് പേരെന്താ? അതല്ല, സെന്ററിൽ മൂന്നാമത്തെ ലൈനിൽ മൂന്നാമത് ഇരിക്കുന്നത് രണ്ടുപേര് ഒരേ ഡ്രസ് ഇട്ടിരിക്കുന്നവർ. ലെഫ്റ്റ് മൂന്നാമത്തെ ലൈനിൽ മൂന്നാമത്തെ. അത് ശരി. അത് തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പുറത്ത് സാറൂഖ്യത അപ്പുറത്ത്. ഓക്കെ, വേണ്ട, ആരെങ്കിലും വിളിച്ചോ? അത് ശരി, മനസ്സിലായിട്ടാണ്. ആരാ? നിങ്ങളുടെ വീട് എവിടെയാണ്? എവിടാ? അങ്ങനെ ഒരു കോട്ട ഉണ്ടായ? സത്യം പറ, നിങ്ങളുടെ വീട് അവിടെ അല്ല. ഞാൻ ചോദിച്ചപ്പോ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ നിങ്ങ? എവിടാ? അങ്ങനെ ഒരു കോട്ട ഉണ്ടെന്ന് അറിയാ. ശരിക്കും അവിടെ തന്നെയാണോ വീട്? മൂട് പോയി. വേണ്ട, ആധാർ കാർഡ് ID കാർഡൊക്കെ എടുക്കും. വേണ്ട, വിശ്വസിച്ച്. ഇത് കോട്ടപ്പുറം കോട്ടയാണ്. ഏത് കോട്ടയാ? കോട്ടപ്പുറം കോട്ട. കണ്ടിട്ടുള്ള ഒരു ഡാറ്റ കാണിച്ച്. എല്ലാവരും കൂടുതൽ ദൂരെയൊക്കെ ഉള്ള കാരണം കാണാൻ ചാൻസ് കുറവ്. കോട്ടപ്പുറം. കൃഷ്ണൻകോട്ടക്കാരൻ മ്യൂട്ട് ചെയ്തേ, അവിടെ ചെവിളിക്ക് എടുക്കണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കോട്ടപ്പുറം കോട്ടയാണ് കേട്ടോ. കുറച്ച് പേരെ കണ്ടിട്ടുണ്ടാവും ഈ കോട്ടപ്പുറം കോട്ട. നമ്മുടെ ഇപ്പോൾ മുസിരിസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത്. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ആകാശത്ത് എഴുതി കാണിച്ചു തരാം. 1523 CE അതിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് എന്ന് എന്ത് ചെയ്യുന്നു, കരുതപ്പെടുന്നു ഈ ഒരു കോട്ട. അപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇത്, ചരിത്ര പ്രാധാന്യമുള്ള ഈ പറഞ്ഞ കോട്ടപ്പുറം കോട്ട. ഓക്കെ, അപ്പോൾ ഈ കോട്ടകളെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചിരുന്നു, നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം കേട്ടോ. ഓക്കെ, ഫോർട്ട് വെർ ബിൽഡ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി ആൻഡ് മിലിറ്ററി പർപ്പസ് ആൻഡ് ട്രേഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റോറി ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായിട്ട് പ്രയോജനപ്പെടുത്താം. ഫോർട്ട് ഗീവ്സ് us the information on the different phases of Kerala and its rulers. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ കുറിച്ചിട്ടും ഭരണാധികാരികളെ കുറിച്ചിട്ടും കോട്ടകൾ നമുക്ക് എന്ത് ചെയ്യുന്നു, വിവരം നൽകുന്നു. അപ്പോൾ ഈ ഒരു കോട്ടപ്പുറം കോട്ട കാണിച്ച് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് ഏത് രാജ്യക്കാരൻ നിർമ്മിച്ചെന്നാ പറഞ്ഞ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? ആര് പറയും? ഏത് രാജ്യക്കാരാ? ആമിയ പറഞ്ഞു. ഏത് രാജ്യക്കാരെന്ന് ഞാൻ കുറച്ചും പറഞ്ഞേ? പോർച്ചുഗീസുകാരുടെ കാര്യം പറഞ്ഞേ. ഓക്കെ, ഈ പോർച്ചുഗീസുകാരുടെ കണ്ടിന്യൂഷൻ ഒക്കെയാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, വാസ്കോ ഡ ഗാമനെയൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ എവിഡൻസ് ആണ് ഇത് ആ പറയുന്ന കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ചരിത്ര രചനയ്ക്ക് ആവശ്യമുള്ള പ്രധാന സ്രോതസ്സുകളായിരുന്നു. പിന്നെ രാജ്യസുരക്ഷ, സൈനികാവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായിട്ട് ആയിരുന്നു കോട്ടകൾ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്നത്. ഇത് പിന്നീട് ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളായിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ കോട്ട അവിടെ മാറി. ഓക്കെ, ഫോർട്ട് വെർ ബിൽഡ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി, മിലിറ്ററി പർപ്പസ് ആൻഡ് ട്രേഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഫോർ ഹിസ്റ്ററി റൈറ്റിംഗ്. ഓക്കെ, ഫോർട്ട്സ് ഗീവ്സ് us the information on the different phases of Kerala and its rulers. വിവിധ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഭരണാധികാരികളെ കുറിച്ചും കോട്ടകൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വിവരങ്ങൾ നൽകുന്നു. ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചേ. ഫോർട്ട് ഗീവ്സ് വെർ ദ ബിൽ മിലിറ്ററി പർപ്പസ്, ഇവിടം വരെ പഠിക്കാം. ആൻഡ് ട്രേഡ് ഇവിടം വരെ. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്, ഇത് 2 പോയിന്റായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകൾ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ 2 കുഞ്ഞു പോയിന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. വേഗം നല്ല ഫാസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ, ഒട്ടും ടൈം കളയരുത്. അപ്പോൾ മേജർ പർപ്പസ് ഓഫ് ഫോർട്ട് മേക്കിംഗ് എന്ന് ചോദിച്ചാൽ ഫോർട്ട്സ് ദാറ്റ് വർ ബിൽഡ് for the security of the country, military purpose and trade, and it can be used as a source of the history writing. രാജ്യസുരക്ഷയ്ക്ക്, അതേപോലെ സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായിട്ട് നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായിട്ട് പ്രയോജനപ്പെടുത്താം. ഈ 2ാമത്തെ പോയിന്റ് ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന റൂളേഴ്സിനെയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇത് വിവരങ്ങൾ നൽകുന്നു. ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞൊരു വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്തേ. ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞൊരു വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്തേ. വേഗം 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 വേഗം. ഓക്കെ, വിളിച്ചോട്ടെ. ഓക്കെ, ആദ്യം ആരെ വിളിക്കും സാർ? ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒട്ടും ടൈം കളയരുത്. ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നോക്കുക. അപ്പോൾ ഇതേപോലെ എനർജറ്റിക് ആയിട്ട് സ്പീഡിൽ പഠിക്കണം കേട്ടോ. ഓക്കെ, തേജസ് ചേട്ടാ വേഗം ഒന്ന് പറഞ്ഞു, എന്താണ് മേജർ പർപ്പസ് ഓഫ് ഫോർട്ട് മേക്കിംഗ് എന്ന് ചോദിച്ചാൽ?
ആ പറഞ്ഞോ. Forts were the ഉം, buildings that were Ah. made ഉം, to protect the country, ആ military, ആ and trade. ആ ഓക്കെ. ട്രേഡ് ആൻഡ് ബി യൂസ്ഡ് ഫോർ സോഴ്സ് ഓഫ് ദി ഹിസ്റ്ററി റൈറ്റിംഗ്, അതുകൂടെ പറയണം കേട്ടോ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചു സാർ. അടുത്താര? ആ അനുശ്രീ, വേഗം ഒന്ന് പറഞ്ഞു. ഏതാ? എവിടെ അനുശ്രീ? ആ പറഞ്ഞോ. മേജർ പർപ്പസ് ഓഫ് ഫോർട്ട് മേക്കിംഗ് ഏതാ? പഠിക്കണുള്ളൂ. എത്ര പോയിന്റ് പഠിച്ചിട്ടുണ്ട്? എന്തോരം പഠിച്ചിട്ടുണ്ട്? പഠിച്ച അത്രയും പറ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ സാറേ. അടുത്താരാ? ആരാ? ഫെബ. ആ ഫെബ പറഞ്ഞു. ആ ആ Security of country. ആ ആൻഡ് മിലിറ്ററി പർപ്പസ് ആൻഡ് ട്രേഡ്. ഓക്കെ. ആ നീ ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് ഒന്നും കൂടെ വായിച്ചു പോകണം കേട്ടോ. കിട്ടും, എന്തായാലും നിനക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഒന്നും കൂടെ ഒന്ന് വായിച്ചു പോകണം കേട്ടോ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചു സാർ. അടുത്താരാ? ആഷിഫ്. ആഷിഫെ പറഞ്ഞു. മേജർ പർപ്പസ് ഓഫ് ഫോർട്ട് മേക്കിംഗ് ഏതൊക്കെയാ? Forts that were built for security of the country, Ah. military purposes Ah. and ആ ആ പിന്നെ ട്രേഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഫോർ History writing. source of writing history. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓക്കെ, വേഗം ഒന്ന് പഠിച്ച് ബാക്കിയുള്ളവരും കൂടെ വേഗം പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വിളിച്ചു. അടുത്താണ് സാറേ? സാന്ദ്ര. വേഗം ഒന്ന് പറഞ്ഞു ഏതൊക്കെയാ? ആ പറഞ്ഞോ. അടുത്ത ആൾ വിളിച്ചു. അഭിഷേക്. അഭിഷേക് പറഞ്ഞോ. വാട്ട് ആർ ദ മേജർ പർപ്പസ് ഓഫ് ഫോർട്ട് മേക്കിംഗ്? ആ പറഞ്ഞോ. This is for the security of the country with the military sources, military purposes and trade can be used writing history. ഓക്കെ മോനെ, മ്യൂട്ട് ചെയ്തു. സോ ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ക്ലിയർ ആണ്. വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ച സ്ക്രീനിലേക്ക്. 100 മേലെ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അത്രയും പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകൾ എക്സാമ്പിൾ എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നിട്ട് ചിലപ്പോൾ ഈ ഒരു പിക്ചർ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഏത് കോട്ടയാണെന്നുള്ളത്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകൾക്ക് എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ കോട്ടപ്പുറം കോട്ട ഒരെണ്ണം ഞാൻ പറഞ്ഞു തന്നിട്ടാ. നേരത്തെ കാണിച്ചത് കോട്ടപ്പുറം കോട്ടയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകൾക്ക് എക്സാമ്പിൾ ആണ് ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട ആർ ദ മേജർ ഫോർട്ട്സ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട. ബേക്കൽ, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. കഴിഞ്ഞു. ഒന്നുകൂടെ ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ എന്ന് ചോദിച്ചാൽ ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് കോട്ട്. കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്തേ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് ഒന്ന് റൈസ് ആൻഡ് ചെയ്തേ. പെട്ടെന്ന് ക്യുക്ക് വേഗം വേണം കേട്ടോ. ഒട്ടും ടൈം കളയരുത്. ഓക്കെ, ഇപ്പം തന്നെ 70+ ആയി. ഓക്കെ, 110+. വെരി ഗുഡ്. ഓക്കെ, ഓരോരുത്തരായിട്ട് വേഗം വിളിക്കാം. ഈ ഒരു ക്വസ്റ്റ്യനോടെ കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകുന്നതിനെ പറ്റി വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ, ആ വിളിച്ചോ. ആരാ? സെറ. ആ പറഞ്ഞു. ഏതൊക്കെയാ പ്രധാനപ്പെട്ട കോട്ടകൾ? ബംഗാളാ? ബേക്കല്. ആ ആ കണ്ണൂര്, അഞ്ചുതെങ്ങ്. ആ അത് തന്നെ, അഞ്ചുതെങ്ങ്. ഓക്കെ, ആ അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. അടുത്താറ വിളിക്കാം. അടുത്താരാ? ആരാ? ശിവദത്തെ പറഞ്ഞു. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ എന്ന് ചോദിച്ചാ? ബേക്കൽ ഫോർട്ട്, ആ ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. സൂപ്പർ. അടുത്താറ വിളിച്ചോ. ഗൗരി. വേഗം ഒന്ന് പറഞ്ഞോ. ഏതൊക്കെയാ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ എന്ന് ചോദിച്ചാ? ആ ആ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഇതൊക്കെയാണ്. ഓക്കേടാ, സൂപ്പറായിട്ട് പറഞ്ഞു. ഓക്കെ, അടുത്ത ആൾ സാർ ഒരു 3 പേരോടും കൂടെ ചോദിക്കപ്പോഴത്തേക്ക് എല്ലാവരും പഠിച്ചു ചെയ്യണം കേട്ടോ. പഠിച്ചാലും എല്ലാവരും വേഗം റൈസ് ആൻഡ് ചെയ്ത്. ഓക്കെ, വിളിച്ചോ വേഗം വിളിച്ചോ. അർച്ചിത. വേഗം ഒന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ആ പറഞ്ഞോ.
ആ പറഞ്ഞു, ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ? ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. സൂപ്പർ. അടുത്ത ആളെ വിളിച്ചു. അടുത്താരാ? ആരാ? ഡിൻസ്. ആ ചേട്ടാ വേഗം ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാ? ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. ഓക്കെ മോനെ, മ്യൂട്ട് ചെയ്തു. സാറേ മുകളിലിരിക്കുന്ന രണ്ടുപേരും വിളിച്ചു, ഏറ്റവും മുകളിലിരിക്കണം. ആ ആരവും ആദിക്കും. ഓക്കെ, രണ്ടുപേരും സ്ക്രീനിലേക്ക് കാണുന്ന ലെവലിരുന്ന പ്രോപ്പറായിട്ട്, രണ്ടുപേരും സ്ക്രീനിലേക്ക് കാണുന്ന ലെവലിരുന്നേ. ഓക്കെ, ക്ലാസ്സിലെ അറേഞ്ച്മെന്റ് ഒക്കെ പ്രോപ്പർ ആക്കണം, പ്രോപ്പറായിട്ട് ഇരിക്കണം കേട്ടോ, വെറുതെ ഇതേപോലെ ഒന്നും ഇരിക്കരുത്. ഓക്കെ, പറഞ്ഞു ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോട്ടകൾ? സൗണ്ട് ശരിയല്ല, മൈക്കൊന്ന് ചെക്ക് ചെയ്ത വേഗം. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു രണ്ടുപേരും. സൗണ്ട് വളരെ പതുക്കെയാണ് കേൾക്കണം, മൈക്കൊന്ന് ചെക്ക് ചെയ്യണം, അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കണം കേട്ടോ. ഇനി ഇതേപോലെ തളർന്നൊടിഞ്ഞ് ചാരി കിടക്കരുത് ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ഒരാളോടും കൂടെ ചോദിക്കുന്നു, അതിനുശേഷം നമുക്ക് ഒരു ബ്രേക്കിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, അടുത്ത ആരാ വിളിക്കും സാർ? അടുത്ത ആരാ? അദ്വൈത. അദ്വൈത പറഞ്ഞു, കേരളത്തിൽ പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാ? ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്, അഞ്ചുതെങ്ങ് ഫോർട്ട്. ഓക്കെ, സോ പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും വേഗം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഓക്കെ, ഏകദേശം ഞാനിപ്പോൾ പറയാം കേട്ടോ, 170+ റൈസ് ഹാൻഡ്. 170 അല്ല, ഇപ്പോൾ 180, 190+. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അത്രയും പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഒന്നും വേറെ ഡൗട്ട് ഒന്നും ഇല്ല. സെറ്റ് ആണെങ്കിൽ നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ച സ്ക്രീനിലേക്ക് എല്ലാവരും. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇന്ന് ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ സ്ക്രീനിലേക്ക് ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചേ. ഓക്കെ, ഇനി ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? വേണോ വേണ്ടേ? നിങ്ങൾ പറഞ്ഞോ, വേണോ വേണ്ടേ? സർ there is only 160 സ്റ്റുഡൻസ്. 160 അല്ല കേട്ടോ, ഇപ്പുറത്ത് വേറെ ഐഡിയയും കൂടി ഉണ്ട്. ഓക്കെ, ബ്രേക്ക് വേണ്ട. ഇനി ഇവരുടെ ക്ലാസ്സിലെ സംഭവം ചോദിക്കുന്നില്ല. ഇനി നമുക്ക് ബ്രേക്ക് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേണ്ടാതെ പറയുള്ളൂ. വേണ്ട സാർ, വേണ്ട സാർ, എനിക്ക് വേണം. സോ വി ആർ ഗോയിങ് ഫോർ എ കുഞ്ഞ് ബ്രേക്ക്. ടാറ്റാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട വേറൊരു കോട്ടയാണ്. എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്തേ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ഈ കാണുന്നത്. ഇത് ഏത് കോട്ടയാണെന്ന് അറിയോ? അറിയോ ഏത് കോട്ടയാ? അറിയാന്നുള്ള ഒരു ഡാറ്റ കാണിച്ചേ. ബേക്കൽ കോട്ട കേട്ടാ. അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ബേക്കൽ കോട്ടയുടെ ഒരു പിക്ചറാണ് കേട്ടോ ഈ തന്നേക്കുന്നത്, ബേക്കൽ കോട്ട. ഓക്കെ, യെസ്. അപ്പോൾ വേറെ ഡൗട്ടൊന്നുമില്ല, ബേക്കൽ കോട്ടയുടെ ഒരു പിക്ചറാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ തന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കൊട്ടാരങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, പാലസുകൾ ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളെ കുറിച്ചിട്ടാണ്. കേരളത്തിൽ ഏതൊക്കെ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടേക്കുന്നവരൊന്നും ഡാറ്റ കാണിച്ച്, ടെക്സ്റ്റ് ബുക്കിലുള്ളതൊന്നും അല്ല കേട്ടോ. പാലസുകളെ കുറിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് ചോദിക്കാം. ആരെ വിളിക്കും സാറേ? ആരാ? നൂറ. മോനെ പറഞ്ഞോ, ഏത് കൊട്ടാരമാണോ മോൻ അറിയുന്നത്? പറഞ്ഞോ. കേരളത്തിൽ ചോദിച്ചപ്പോൾ മൈസൂർ കൊട്ടാരം അല്ലേ? ആരാ പറഞ്ഞേ? നൂറ പറഞ്ഞോ, ഏത് കൊട്ടാരം അറിയുന്നേ? പറഞ്ഞോ. പറഞ്ഞോ, ഏത് കൊട്ടാരത്തെ കുറിച്ചിട്ട് അറിയുന്നേ? അത് ശരി, ടാറ്റൊക്കെ കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പത്തെ കറക്കൂന്നാള്. ഓക്കെ, അടുത്ത് ഞാൻ അങ്ങനെയെങ്കിലേ ഒരു കൊട്ടാരം കാണിച്ചു തരാം. ഇത് ഏത് കൊട്ടാരമാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു സിനിമയിലുള്ളൊരു കൊട്ടാരമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സിനിമ ഏതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കാണിച്ചു തരാം. ഒരു പ്രധാനപ്പെട്ട സിനിമയിലുള്ളതാണ്. ഏത് കൊട്ടാരം മനസ്സിലായ? ആരെങ്കിലും വിളിച്ചോ? ഏതാ? ഒന്ന് കമന്റ് ചെയ്ത എല്ലാവരും. കോൺജറിങ്. വിളിക്ക്. അൽനാദി. പറ, ഏതാ? അത് തന്നെ, മാടമ്പിള്ളിയിലെ മാനസിക രോഗി അതല്ലേ നീ ഉദ്ദേശിച്ചേ? അതെ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അടുത്ത ഞാൻ പറഞ്ഞ ഒരാൾ വിളിച്ചോട്ടാ, അവന്റെ മുകളിലിരിക്കുന്ന ആളാ. അത് തന്നെ, ലെഫ്റ്റ് മുകളില് അത് തന്നെ, അതിന്റെ മുകളില് അത് തന്നെ. ആഷിഫേ പറഞ്ഞോ, ഏത് സിനിമയിലത്തെയാ? മണിച്ചിത്രത്താഴ് സിനിമയിലത്താ. ഏത് കൊട്ടാരോ? അതറിഞ്ഞൂടാ.
ഓക്കെ, കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിൽ പാലസ്, ഏതാ? ഹിൽ പാലസ്. അപ്പൊ കേരളത്തിലുള്ള ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന വേറൊരു കൊട്ടാരമുണ്ട്. കാണിച്ചു തരട്ടെ ഏതാന്നുള്ളത്? കാണിച്ചു തരട്ടെ? ദാ ഇത് നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കൊട്ടാരം. നമ്മുടെ സ്റ്റുഡിയോന്റെ ഏകദേശം അടുത്തായിട്ടുള്ളതാണ് ഇത്. ഓക്കെ, ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുള്ളവർ ഡാറ്റ കാണിച്ചേ. നമ്മുടെ പറവൂർ അടുത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എന്തായാലും. ഏത് കൊട്ടാരോ? ഏതാ? ആ പറഞ്ഞു, ഏതാ? ശ്രീരാഗ് പറഞ്ഞു. ഏത് കൊട്ടാരമാണ്? യെസ്, ആ മട്ടാഞ്ചേരി അല്ലേ? പറഞ്ഞു വിട്ടവന. ഞാൻ പറയാ, പാലിയം. കേട്ടാ? ഏത് കൊട്ടാരോ? പാലിയം. ഞാൻ അവിടം വരെ പോയിട്ട് വന്നാലോ? ഞാൻ ഉള്ളിലേക്ക് വന്ന് കാണിച്ചു തരട്ടെ? ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് വെറുതെ പിന്നെ സംസാരിച്ചൊക്കെ പിന്നെ. അതല്ലായിരുന്നു ഞാനിത് നേരെ പോയിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി വാതിലൊക്കെ തുറന്നിട്ട് കാണിച്ചു തന്നെ. ഓക്കെ, സോ ഇതാണ് ഏത് കൊട്ടാരം? പാലിയം കൊട്ടാരം. അപ്പൊ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെയാ: പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, കനകക്കുന്ന് പാലസ്, പിന്നെ അതേപോലെ പാലിയം പാലസ്, ഇതാണ് നമ്മളിപ്പോൾ കാണിച്ചത്. പിന്നെ അതേപോലെ കോയിക്കൽ പാലസ്. അപ്പോൾ പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, കനകക്കുന്ന്, അതേപോലെ പാലിയം, കോയിക്കൽ കൊട്ടാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ ഈ പറയുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു 4 എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, പറയാൻ എളുപ്പമുള്ള, എഴുതാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു 4 നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളും കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും. പറഞ്ഞ കാര്യങ്ങളും കൺസെപ്റ്റുകളും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ടാറ്റ കാണിച്ച്. ഓക്കെ, കാണിച്ചല്ലേ സാർ എല്ലാവരും? ഓക്കെ, അപ്പൊ സെറ്റാണ്. ഇവിടെ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും 4 കൊട്ടാരങ്ങളുടെ പേര് പഠിച്ചു കഴിഞ്ഞവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്ത്. ഏതെങ്കിലും 4 കൊട്ടാരങ്ങളുടെ പേര് പഠിച്ചു കഴിഞ്ഞവർ വേഗം ഫാസ്റ്റ്. ഓക്കെ, വൈപ്പിൻ ഫോർട്ട് ഉണ്ടോ സാർ? ഓക്കെ, വിളിച്ചോ ആരെങ്കിലൊക്കെ 4 പേർ വിളിച്ചോ. ഞാൻ അടിപൊളിയായിട്ട് ഈ 4 എണ്ണത്തിന്റെ പേര് പറയാന്നുള്ളവർ വേഗം വിളിച്ചോ. ഓക്കെ സാർ, ഞാൻ ഹിൽ പാലസിൽ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട് പണ്ട്. ഓക്കെ, ഇപ്പോഴല്ല കേട്ടോ, കുറെ നാൾ മുമ്പ്. ഓക്കെ, വിളിച്ചോ. ഏതാറ? ദേവന പറഞ്ഞോ. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 കൊട്ടാരങ്ങളുടെ പേര് ഏതൊക്കെയാ? ഹലോ, പറഞ്ഞോ. ഏതൊക്കെയാ 4 കൊട്ടാരങ്ങള്? കോയിക്കൽ കൊട്ടാരം. ഓക്കെ, ബാക്കി വേഗം നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത വിളിച്ചു സാർ. അടുത്താറ? ശ്രീവൈക പറഞ്ഞോ. കേരളത്തിലുള്ള ഏതെങ്കിലും 4 കൊട്ടാരങ്ങളുടെ പേര് പറഞ്ഞോ. ഏതെങ്കിലും 4 എണ്ണം പറഞ്ഞോ. കേൾക്കുന്നില്ല. ഓക്കെ, അടുത്ത വിളിച്ചു സാർ. അടുത്താറ? നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു 4 എണ്ണം ഇതുപോലെ ടിക്ക് ചെയ്ത് വെച്ചോട്ടാ. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ആ 4 എണ്ണം ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോട്ടാ. ആരാണ് സാറേ? ഇവാനെ പറഞ്ഞോ. ഏതൊക്കെയാ കേരളത്തിലുള്ള ഏതെങ്കിലും 4 കൊട്ടാരങ്ങൾ പറഞ്ഞേ? മട്ടാഞ്ചേരി, ഹിൽ പാലസ് ആണ് ഉദ്ദേശിച്ചത് അല്ലേ? പിന്നെ വേറെ ഹില്ലൊന്നും ഇല്ലല്ലോ ഇതില്. നീ വേഗം വായിച്ചേ. ഓക്കെ, അപ്പൊ ഈ 4 ഹിൽസോ 4 കൊട്ടാരങ്ങൾ ഏതെങ്കിലും ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും. ഓക്കെ, ഇനി ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ്, അതായത് ഈ പറഞ്ഞ ചരിത്രപരമായ സ്മാരകങ്ങൾ എന്ന് പറയും. ഓക്കെ, ചരിത്രപരമായ സ്മാരകങ്ങൾ. ഓക്കെ, അപ്പൊ ചരിത്രപരമായ സ്മാരകങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് നോക്കാം. ചിലപ്പോൾ ഈ പിക്ചർ തന്നിട്ട് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കും. വാഗൺ ട്രാജഡി മലപ്പുറം, അതേപോലെ കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, പിന്നെ അതേപോലെ തന്നെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂർ തൂക്കുപാലം കൊല്ലം, അതേപോലെ തന്നെ സിനഗോഗ് എറണാകുളം. ഇതെല്ലാം തന്നെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന
ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റ്സ് ആണ്, അഥവാ ചരിത്ര സ്മാരകങ്ങളാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് വേറെ ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഓക്കെ, ഒരു സിനഗോഗ്. ഓക്കെ, സിനഗോഗ് പോയിട്ടുള്ളവർ ടാറ്റ കാണിച്ചേ. സിനഗോഗ് കണ്ടിട്ടുള്ളവർ, ജൂതപ്പള്ളി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുണ്ട് ഒരു സിനഗോഗ് ഉണ്ട് ഇവിടെ അടുത്ത്. ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോകുന്നു. ട്രാവലോഗ്സ്. ട്രാവലോഗ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയും സഞ്ചാര കുറിപ്പുകൾ എന്ന് പറയും. എന്താ പറയാ? സഞ്ചാര കുറിപ്പുകൾ എന്ന് പറയും. അപ്പോൾ നമ്മളോട് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രാക്കുറിപ്പ് എഴുതാൻ പറയാറുണ്ട്. കേട്ടിട്ടുള്ളവർ ടാറ്റ കാണിച്ചേ. ട്രാവലോഗ് അല്ലെങ്കിൽ സഞ്ചാരക്കുറിപ്പ് എഴുതാനൊക്കെ പറയാറുണ്ട്. ഓക്കെ, കേട്ടിട്ടുണ്ട് എന്തായാലും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തേക്കുന്ന ഒരാൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു സംഭവം പിന്നീട് എന്ത് ചെയ്യാം, ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അത് മാറാം. സോ അത് ട്രാവലോഗാണ്, സഞ്ചാരക്കുറിപ്പാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നു, മെറ്റീരിയലിൽ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താണ് ട്രാവലോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പണ്ട് വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് വന്നത് അദ്ദേഹം എഴുതി സൂക്ഷിക്കുകയാണ്, ഞാൻ ഇന്ത്യയിലോട്ട് പോയി ഇന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു, എന്തൊക്കെ സംഭവങ്ങളാണ് പോയ സംഭവങ്ങൾ ഉണ്ടായത്. അതൊരു യാത്രാ വിവരണം പോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഒരു ചരിത്രത്തിൽ എന്തൊക്കെ ഒന്ന് നടന്നിട്ടുണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ, അത് വായിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, അവിടെ മനസ്സിലാകും. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ തമ്പ് കാണിച്ച്. ഓക്കെ, എനിക്കിതിൽ പഠിപ്പിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് സഞ്ചാരം എന്ന് പറഞ്ഞ പരിപാടി കണ്ടിട്ടുണ്ടോ എല്ലാവരും? സഞ്ചാരം കണ്ടിട്ടുണ്ടോ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ശരിക്കും എന്താ, ഒരു സഞ്ചാരക്കുറിപ്പ്, ഒരു ട്രാവലോഗ. അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഈ ട്രാവലോഗിന് എക്സാമ്പിളാണ്. നോക്കിയിരുന്നു കേട്ടോ. ട്രാവലോഗ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ദ ലോക്കൽ ഹിസ്റ്ററി. അതായത് പ്രാദേശിക ചരിത്ര രചനയിൽ പങ്കുവഹിക്കുന്നവയാണ് ഏത്, ഈ പറയുന്ന സഞ്ചാരക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ദ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, ഇവന്റ്സ് ആൻഡ് കൾച്ചർ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര ഓരോ സ്ഥലത്ത് പോയിട്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, അവിടെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ആ ഒരു സംഭവം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ലാസ്റ്റ്, ദിസ് ത്രോ ദ ലൈറ്റ് ഓൺ ദ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ലൈഫ് ഓഫ് എ റീജിയൻ. ഒരു പ്രദേശത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. ഓക്കെ, ഇതാണ് ട്രാവലോഗ്സിൽ പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ പഠിക്കാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് ചാടി എഴുന്നേക്കും എല്ലാവരും, വേഗം ഒന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റിട്ട് ഒരൊറ്റ പ്രാവശ്യം ട്രാവലോഗിന്റെ ഈ സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ അണ്ടർലൈൻ ചെയ്ത ഈ സെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അത്രയും കഴിഞ്ഞവരിക്കണം കേട്ടോ. ഓക്കെ സാർ, ഒന്ന് മ്യൂട്ട് ചെയ്യും. ഓക്കെ സാർ, എല്ലാവരും ഇരിക്കുമ്പോൾ പറയണം കേട്ടോ. ഇരുന്നോ സാർ എല്ലാവരും? ഓക്കെ, കുറച്ച് പേരും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ്, ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും. ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളൊന്നും ഡൗട്ടൊന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണെങ്കിൽ ഓക്കെ, ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആണ്, സെറ്റാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ, സഫാരി ചാനലിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ കാണുകയാണ്. അത് ശരി. ഓക്കെ, അപ്പോൾ നോക്കിയിരുന്നു കേട്ടോ. ട്രാവലോഗ്സ് കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട സഞ്ചാരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെഗസ്തനീസ് ഗ്രീസ് സഞ്ചാരിയാണ്, ഗ്രീക്കിൽ ഉണ്ടായിരുന്ന സഞ്ചാരിയാണ്. സുലൈമാൻ അതേപോലെ തന്നെ അബ്ദുൾ റസാഖ് പേർഷ്യൻ സഞ്ചാരിയാണ്. മാർക്കോ പോളോ വെനീസ്, ഇബൻ ബത്തൂത്ത മൊറോക്കോ, നിക്കോ കോണ്ടി വെനീസ്, അതേപോലെ മാഹുൻ ചൈന, ബാർബോസ പോർച്ചുഗൽ. അപ്പോൾ ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട സഞ്ചാരികളാണ് ഈ തന്നേക്കുന്നത്. ചാൻസ് കുറവാണ്, എന്നാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും അറിയൂ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സഞ്ചാരിയുടെ പേര് തന്നിട്ട് അപ്പുറത്ത് എന്താ ഇത് ഏത് രാജ്യത്തിലെ സഞ്ചാരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഈ ടേബിൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാം, ന്യൂ പാറ്റേണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാനായിട്ട് പറയാം. സോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സെക്ഷൻ കിട്ടണം കേട്ടോ. ഓക്കെ, പറഞ്ഞ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും.
ഓക്കെ, ഇരുന്നോ. നേരത്തെ എഴുന്നേറ്റേക്കാൻ പറഞ്ഞവർക്ക് ഇരുന്നോട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം പേരൊന്ന് പറഞ്ഞു നോക്കി, എൻ്റെ ഒപ്പം പറയണോട്ടോ, അല്ലെങ്കിൽ ചില പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ കിട്ടൂല എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ. മെഗസ്തനീസ് ഗ്രീസ്, സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യ, മാർക്കോ പോളോ വെനീസ്, ഇബൻ ബത്തൂത്ത മൊറോക്കോ, നിക്കോ കോണ്ടി വെനീസ്, മാഹ്വാൻ ചൈന, ബാർബോസ പോർച്ചുഗൽ. ഓക്കെ, അപ്പോൾ ഇതും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, വേറെ ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവരും 2-3 പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തന്നെ ഇത് വായിച്ചു നോക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കണം. ഓക്കെ, അടുത്തത് ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ടാണ്. ന്യൂസ് പേപ്പർ വായിക്കാറുള്ളവർക്കൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. പേപ്പർ വായിക്കാറുള്ളവർ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്താറുള്ളവർ കുറേ പേരുണ്ടാവും എന്തായാലും. വായിക്കാറുള്ളവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഡെയിലി പേപ്പർ വായിക്കാറുള്ളവർ ഏകദേശം 200+ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ട് അല്ലേ സാർ? ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും തോന്നുന്നു. അതിലും കൂടുതലില്ലേ? ഓക്കെ, അതിൽ പേപ്പർ വായിക്കുന്ന കുട്ടികളുടെ എണ്ണം ന്യൂസ് പേപ്പർ കണ്ടിട്ട് പോലുമില്ല. അതെന്നെ ചാതനം. ആരാ? ജോവിൻ. നീ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് കാണണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ, വേറെ ഒന്നിനും അല്ല. അതെ, വേറെ പേപ്പറിൽ പുതിയതെങ്കിലും കണ്ടിട്ടില്ലേ നീ? സ്പോർട്സ് പേജ് ഓൺലി. ഓക്കെ, എത്ര പേരുണ്ട് സാർ? 33 പേരാണ് ആകെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൽ പേപ്പർ വായിക്കുന്നവരായിട്ടുള്ളത്. ഇത്രയും പേരുള്ള ക്ലാസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ശരിക്കും ഇപ്പോൾ പേപ്പർ വായിച്ചിട്ട് എന്തിനാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വാർത്തകളും കിട്ടൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് എന്തൊക്കെ പറഞ്ഞാലും പേപ്പർ വായിക്കുന്നവർക്ക് എന്ത് അറിയുള്ളൂ. അപ്പോൾ എൻ്റെയൊക്കെ കുറച്ച് കാലം മുമ്പ് ഈ പറഞ്ഞ യൂട്യൂബൊക്കെ ഇത്ര അധികം പോപ്പുലർ ആയത് ഈ അടുത്താണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ വാർത്തകളൊക്കെ കണ്ടു തുടങ്ങിയത്. പക്ഷെ അതിനൊക്കെ മുമ്പ് ഈ പേപ്പർ വന്നിട്ട് രാവിലെ തന്നെ പേപ്പർ വന്നിട്ട് ഏറ്റവും ആദ്യം സ്പോർട്സ് പേജ് തുറന്നിങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതെ, നമ്മൾ കണ്ട കളി ആയിരിക്കുള്ളൂ, ക്രിക്കറ്റ് കളിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ആയിരിക്കുള്ളൂ. പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് പേപ്പർ വായിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന ഡാറ്റയാണ് ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒരു രോമാഞ്ചിഫിക്കേഷൻ നൽകുന്ന ഒരു മൊമെന്റ് പറഞ്ഞുതരാം. 2022 ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് അർജന്റീന ചാമ്പ്യന്മാരായതിനു ശേഷം പിറ്റേ ദിവസം ന്യൂസ് പേപ്പർ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇടയ്ക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഒരു രോമാഞ്ചം വരും. ഇത്രാമത്തെ മിനിറ്റിൽ ഇത്ര ഗോൾ അടിച്ചു, മെസ്സിയാണ് കളിയിലെ താരമായിട്ട് മാറിയത്. 28 വർഷത്തെ, അതാണ് തോന്നുന്നത്, ഇത്ര വർഷം 36 തോന്നുന്നത്, ഇത്ര വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിച്ചുകൊണ്ട് അർജന്റീന വീണ്ടും വേൾഡ് ചാമ്പ്യന്മാരായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, മനോരമയുടെ ഫ്രണ്ട് പേജിൽ മെസ്സിയുടെ ഒരു വലിയൊരു ഫോട്ടോ ഒക്കെ തന്നിട്ടുള്ളൊരു അടിപൊളി പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പർ ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, കാണുമ്പോൾ ഒരു ഓർമ്മയാണത്. സോ ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇനി ചിലപ്പോൾ ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ട് ഈ പേപ്പർ സെയിം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇത് കാണുന്ന ആൾക്ക് എന്ത് തോന്നും? ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. പണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്പോഴും അവൈലബിൾ ആയിരിക്കുള്ളൂ. ചിലപ്പോൾ 10 വർഷം 20 വർഷം 30 വർഷം ഉള്ള വീഡിയോ ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ പറയുന്ന സാധനം എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററിക്കൽ സോഴ്സാണ്. പണ്ട് ഏകദേശം ഒരു 70 വർഷം അല്ലെങ്കിൽ 80 വർഷം മുമ്പ് നടന്ന ഒരു ഇലക്ഷന്റെ വീഡിയോ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റൂ? ഇല്ല, കാണാൻ പറ്റൂല. പക്ഷേ അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം കാണാൻ പറ്റും. സോ ഈ ന്യൂസ് പേപ്പറിന് ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇപ്പം അർജന്റീനയുടെ ന്യൂസ് കാര്യം, ഇപ്പം അർജന്റീന ആ ഒരു പേപ്പർ കട്ടിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷേ എനിക്കത് കാണുമ്പോൾ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു ടൈമിൽ സ്പോർട്സ് എന്ന് പറഞ്ഞ് ഇപ്പം ഇല്ല, സ്പോർട്സ് എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട് എന്തായാലും. ആ പറഞ്ഞ സ്പോർട്സ് മാസിക ഇപ്പം അധികം ഇറക്കുന്നില്ല. അതൊക്കെ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ന്യൂസ് പേപ്പറിൻ്റെ, ഞാനിപ്പോൾ സ്പോർട്സ് മാസിക എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിന് ഒരുപാട് ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിയിരുന്നേക്കുക. വി ഡിപ്പെൻഡ് ഓൺ ന്യൂസ് പേപ്പർ, വിഷ്വൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ടു നോ ദ എവരി ഡേ ടു ഡേ ഇവന്റ്. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. This newspaper would eventually become the main means of understanding history. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായിട്ട് മാറും. അതായത് ഇത് 2002 നടന്ന ഒരു ഇൻസിഡന്റിന്റെ ന്യൂസ് പേപ്പറാണ്, ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഇനി സാർ ഐ എം എ മെസ്സി ഫാൻ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഇന്നെടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കാണിച്ചു തന്നാൽ ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ഇറ്റ്സ് എ ഹിസ്റ്ററിക്കൽ എവിഡൻസ്. ഇപ്പം നമ്മൾ പറയുന്ന ഓരോ സംഭവവും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും
ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂല. സോ ഈ പറഞ്ഞ ന്യൂസ് പേപ്പറിനും ഇതേപോലെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പറഞ്ഞ കഥയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ച എല്ലാവരും ഓക്കെ. അപ്പൊ ന്യൂസ് പേപ്പറിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ ന്യൂസ് പേപ്പർ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായിട്ട് എന്ത് ചെയ്യും, മാറും. The newspaper of the period are the main source used by the students of the history to understand the history of the foreign rules in India. ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ് അക്കാലത്തെ വർത്തമാന പത്രങ്ങളാണ്. കാര്യം ഓരോ സമയത്ത് ഓരോ ടൈം ടു ടൈം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നേക്കുന്നത്, ആ ഒരു വാർത്തകൾ അറിയാനായിട്ട് ഭാവിയിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ എന്ത് ഉപയോഗപ്പെടുത്താം, ഈ പറഞ്ഞ പത്രമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താം എന്താണെന്ന് അറിയാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, newspapers are also help us to know about all aspects of the political, social, economic history of Kerala. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്ര വർഷം മുമ്പ് നടന്നൊരു ഇലക്ഷന്റെ കാര്യം, അല്ലെങ്കിൽ കേരളത്തിൽ നടന്നൊരു സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ മഹാപ്രളയം നടന്ന സംഭവം. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് അറിയാനായിട്ട് അതിനൊക്കെ വീഡിയോ റെക്കോർഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക ചരിത്ര സ്രോതസ്സായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത് ഏതാ, പത്രങ്ങളായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പറഞ്ഞ കാര്യം ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച് സാർ എന്നൊന്ന് വിളിക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വിളിക്കുക കേട്ടോ. ഇതങ്ങനെ ചോദിക്കാൻ പറ്റുന്നതെന്നല്ല, സെക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഒരൊറ്റ കാര്യം ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഈ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ള സ്രോതസ്സുകളാണ്. ഓക്കെ സാറേ, കണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ലോക്കൽ ഹിസ്റ്ററി, ടുവേർഡ്സ് ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി. മലയാളത്തിൽ പറയും പ്രാദേശിക ചരിത്രങ്ങളെ കുറിച്ച് പറയും. എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ലോക്കൽ ഹിസ്റ്ററി. ഇപ്പൊ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ നിന്ന് എക്സാക്ട് കൊടുങ്ങല്ലൂരല്ല, അവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകണം. എക്സാമ്പിൾ കോവിഡ്, വെരി ഗുഡ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. പണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കൊടുങ്ങല്ലൂരായിരുന്നു എന്ത് ചെയ്യാം പറയാം. മുസിരിസ് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്ന ഒരു പേരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ ചരിത്രം ഇപ്പൊ നമ്മൾ എന്റെയും ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ ചരിത്രം നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയാലും ന്യൂസ് പേപ്പറിൽ ജസ്റ്റ് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമാണ് ഏത്, കൊടുങ്ങല്ലൂരിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, നിപ്പ വൈറസ് ഒക്കെ എക്സാമ്പിൾ ആണ് ന്യൂസ് പേപ്പർ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയ ആണ്. ആ ഒരു സ്ഥലത്തിന്റെ ചരിത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മോസ്കിൻ കൊടുങ്ങല്ലൂർ, ശരിയാ, ആദ്യത്തെ ഇത്. ഓക്കെ, അതെന്താണ്, അത് വേറൊരു സ്ഥലമാണ്. കൊടുങ്ങല്ലൂർ കുറച്ചുകൂടി മാറിയിട്ട് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല പേര്. ഓക്കെ, അപ്പൊ ലോക്കൽ ഹിസ്റ്ററി ഇസ് എ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവന്റ്സ് ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കലി സ്മോൾ ഏരിയ. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെ കുറിച്ച് ഉള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. ഇത് വേഗം ഒന്ന് പഠിച്ച് എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ് ഇവന്റ്സ് ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കലി സ്മോൾ ഏരിയ. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ വേഗം ഇതൊന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്തോട്ടോ. പഠിച്ചു കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്തോ വേഗം. ടുവേർഡ്സ് റൈറ്റിംഗ് ദ ലോക്കൽ ഹിസ്റ്ററി. അപ്പൊ എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ള ആദ്യം പഠിക്കുക. വേഗം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വേഗം ഒന്ന് റീസെന്റ് ചെയ്ത് ടൈം ഒട്ടും കളയല്ലേ, വേഗം. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി പാസ്റ്റ് ഇവന്റ്സ് ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കലി സ്മോൾ ഏരിയ. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, വിളിക്കാം സാർ. ഓക്കെ, ആരാ, അധീർത്ത് മോനെ വേഗം ഒന്ന് പറഞ്ഞേ എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? ഓക്കെ കുഞ്ഞ്, സൂപ്പർ ആയിട്ട് പറഞ്ഞു. അടുത്ത ആളെ വിളിച്ചു. അടുത്താരാ? ജൊനാഥൻ, വേഗം ഒന്ന് പറഞ്ഞേ. ആ പറഞ്ഞോ, എന്താ ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാ പറഞ്ഞോ. Local history is the study of the past events സ്പെസിഫിക് ജോഗ്രഫിക്കലി സ്മോളർ ഏരിയ. ഒന്നും കൂടെ വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ഒരാളെ വിളിക്കാം സാറേ. അക്ഷര, പിങ്കി, അതന്നെയാണോ? ആ പറഞ്ഞോ. സ്മോളർ ഏരിയ. ഓക്കേടാ, സൂപ്പർ ആയിട്ട് പറഞ്ഞു. ഓക്കെ സാർ, അടുത്ത ആളെ വിളിക്കാം സാർ. നിവേദിത നിരഞ്ജന. ആ നിവേദിത, ആ കരയണേന്ന് വിളിച്ചോട്ടോ, കുറെ നേരമായി. ആ നിവേദിത, ആ പച്ച ഷർട്ട് ഇട്ടത് പറഞ്ഞോ. ആ അതാരെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ പറഞ്ഞോ, എന്താ ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? History is the study to the past events
So geographically, ആ female. ഓക്കെ മോനെ, അത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ല. സെറ്റ് ആണെങ്കിൽ സ്ക്രീനിലേക്ക് ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, യെസ്, സെറ്റാണ്. ഒരാളോടും കൂടെ ചോദിച്ചിട്ട് അടുത്തതിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഒരാളെയും കൂടെ വിളിച്ച് സാറേ വേഗം. ആൻഡ്രോസ്. ആൻഡ്രോസ് വേഗം ഒന്ന് പറഞ്ഞു എന്താ ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ആൻഡ്രോസിന്റെ ഒപ്പം നമ്മൾ എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ. ഓക്കെ മോനെ പറഞ്ഞോ, എന്താ ലോക്കൽ ഹിസ്റ്ററി? ആ മിണ്ടൂല, പറഞ്ഞോ. ആണോ? അപ്പം ഓ ഓക്കെ, ആ പറഞ്ഞോ. ആ ഓക്കെ, കൊടുത്തോളാൻ പറഞ്ഞു. ഓക്കെ മോനെ, സെറ്റാണ്. സോ കുഞ്ഞുങ്ങളെ ഇതുവരെ പഠിപ്പിച്ചത് സെറ്റാണ്. ഇന്നൊരു ക്വസ്റ്റ്യൻ കൂടെ മിക്കവാറും പഠിക്കുള്ളൂ. ഇതുവരെ പഠിപ്പിച്ചൊക്കെ സെറ്റാണെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ച എല്ലാവരും. എനിക്ക് ഒപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സ് നിറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ചോദ്യം, സോഴ്സസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി, പ്രാദേശിക ചരിത്ര രചനാ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇന്ന് ജസ്റ്റ് ഈ ഹെഡിങ്സ് മാത്രം പഠിച്ചാൽ മതി. ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, പ്രാദേശിക നിരീക്ഷണം. ഓക്കെ, രണ്ടാമതായിട്ട് മെമ്മറീസ്, അതായത് ഓറൽ ട്രഡീഷൻ എന്ന് വെച്ചാൽ ഓർമ്മകൾ അഥവാ വാമൊഴി എന്ന് പറയും. പ്ലേസ് നെയിം, സ്ഥല നാമചരിത്രങ്ങൾ. കുടുംബചരിത്രം അഥവാ ഫാമിലി ഹിസ്റ്ററി. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അഥവാ ഔദ്യോഗിക രേഖകൾ. മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്, പണയരേഖ ആധാരങ്ങൾ. അടുത്തത് ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽ സോങ്സ്, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. ഇതെല്ലാം പ്രാദേശിക ചരിത്രം, അതായത് ഒരു ലോക്കൽ ഏരിയയുടെ ഹിസ്റ്ററി എഴുതുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന സ്രോതസ്സുകളാണ്. ഇതെല്ലാം പഠിക്കണമെന്ന് ഇപ്പോൾ പറയൂല, കാര്യം ഏകദേശം ഒരു 6 or 7 എണ്ണം ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇഷ്ടമുള്ളൊരു 4 എണ്ണം വേഗം ഒന്ന് പഠിച്ചേ. ഇതിലേതെങ്കിലും മെറ്റീരിയൽ 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തോ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണം, അത്ര ഞാൻ പറയുന്നുള്ളൂ, പഠിച്ചു കഴിഞ്ഞൊരു വേഗം ഒന്ന് റൈസ് ആൻഡ് ചെയ്യാം. ഒട്ടും ടൈം കളയരുത്, വേഗം. സാർ എല്ലാവരും ഒന്ന് ലോവർ ചെയ്തോ അതിന് മുമ്പ്. ഓക്കെ, ഒന്നും കൂടെ റൈസ് ആൻഡ് ചെയ്യണോട്ടോ, കാരണം ഇപ്പോൾ നേരത്തെ റൈസ് ആൻഡ് ചെയ്തൊരു കുറേ പേരുണ്ടാവും. ഓക്കെ, പെട്ടെന്ന് ഇഷ്ടമുള്ള 4 എണ്ണം മതി കേട്ടോ. ഓക്കെ, ആ ആൻഡ്രോസിന്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നതിനെ നമ്മൾ വിളിച്ചാണോ? ഇതല്ല ആൻഡ്രോസ്, ഏറ്റവും മുകളിൽ കണ്ടില്ലേ, അതിന്റെ ലെഫ്റ്റ് ഇരിക്കുന്ന വിളിച്ചാറില്ല, വിളിച്ചോ. അശ്വിന. ആ അശ്വിന പറഞ്ഞോ, ഏതൊക്കെയാ സോഴ്സസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാ? ആ ആ മ്യൂട്ട് ചെയ്തോ, മതി. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അടുത്ത ആരാ? വജസ്. ആ മോനെ പറഞ്ഞു, ഏതൊക്കെയാ സോഴ്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാ? പറഞ്ഞോ. മെമ്മറീസ്, പ്ലേസ് നെയിം, ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററീസ്, പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അഫ്രീൻ. അഫ്രീനെ വേഗം ഒന്ന് പറഞ്ഞോ, ഏതൊക്കെയാ സോഴ്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാ? ഡോക്യുമെന്റ്സ്, മെമ്മറീസ്. ഓക്കെ മോനെ, മ്യൂട്ട് ചെയ്തോ. അടുത്ത ആൾ വിളിച്ചോ. അടുത്ത ആരാ? ധ്രുവ്. ധ്രുവേ അൺമ്യൂട്ട് ചെയ്തോ, പറഞ്ഞോ. വാട്ട് ആർ ദ സോഴ്സസ് ഫോർ ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? ഓക്കെ മോനെ, അടുത്ത ആൾ വിളിച്ചോ. അടുത്ത ഹെയ്സൽ. ഹെയ്സലെ പറഞ്ഞോ, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ പറയണ്ടേ? ഹെയ്സലെ കേൾക്കുന്നില്ലല്ലോ, ഉറക്കെ പറയോ. ഹെയ്സലിനെ കേൾക്കണില്ല, ഒന്ന് നോക്കണോട്ടോ. അടുത്ത ആൾ വിളിച്ചോ. ആരാ? ആദിൻ. ഹെയ്സലിനൊക്കെ മാർക്ക് ചെയ്തോട്ടോ സാർ, ചെയ്യണല്ലേ. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ. അടുത്ത ആരാ? ആദിൻ. ആദിനെ പറഞ്ഞോ, ഏതൊക്കെയാ സോഴ്സ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? ഓക്കെ, മ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാവരും മെറ്റീരിയലിൽ നമ്മൾ പഠിച്ചേക്കുന്ന 4 എണ്ണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചേ. ഓക്കെ, ബാക്കി 3 എണ്ണം കൂടി ഉണ്ടാവും. ബാക്കി 3 എണ്ണം കൂടി എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നോക്കണം? പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, യെസ് സാറ് മറ്റേ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ടോ? നമുക്ക് മെസ്സേജ് അയക്കൂലേ എന്തായാലും?
ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് ഇതാ മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്താണ്. അപ്പോൾ പാറകൾ കൊണ്ട് അല്ലെങ്കിൽ വലിയ ശിലകൾ കൊണ്ട് പണ്ടുണ്ടാക്കിയിരുന്ന കാര്യങ്ങളാണ് മെഗാലിറ്റിക് മോണ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ. എന്താണ് ഈ പറഞ്ഞ ലിഖിതങ്ങൾ എന്നുള്ളത്? എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് ഈ ചില പ്രതലത്തിലാണ് വരച്ചതോ കൊത്തിവെച്ചതായിട്ടുള്ള സന്ദേശങ്ങളെയാണ് സാധാരണ ലിഖിതങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ലിഖിതങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെട്ടിരുന്നത്? മെറ്റൽ പ്ലേറ്റ്സ്, സ്റ്റോൺസ്, പാം ലീവ്സ്, ഇവിടെയൊക്കെയാണ് ലിഖിതങ്ങൾ കാണപ്പെട്ടിരുന്നത്. പുരാലിഖിതങ്ങൾ അഥവാ പുരാവസ്തു ലിഖിതങ്ങൾ എന്നൊക്കെ പറയും. പ്രധാനപ്പെട്ട ലിഖിതങ്ങൾക്ക് എക്സാമ്പിൾ ആണ് തരിസാപ്പിള്ളി ഇൻസ്ക്രിപ്ഷൻസ്, അതായത് ശാസനം, ജൂതശാസനം, പാലിയം ശാസനം. ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. ഇന്ന് എന്തൊക്കെ ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളത് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. അടുത്തത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റാ? ഈ പറയുന്ന ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി മേജർ പർപ്പസ് ഓഫ് ഫോർട്ട് മേക്കിംഗ്, കോട്ടകൾ നിർമ്മിച്ചതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി, പിന്നെ മിലിറ്ററി പർപ്പസ്, ട്രേഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാ. പ്രധാനപ്പെട്ട കോട്ടകളാണ് കേരളത്തിലെ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട. ഓക്കെ, ഈ പറഞ്ഞ ബേക്കൽ കോട്ടയെ ബംഗാൾ കോട്ട എന്ന് വിളിച്ച ഒരു സുഹൃത്തിനെ ഞാൻ ഈ സമയത്ത് സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇനി അതേപോലെ പരീക്ഷയ്ക്ക് മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. ബംഗാൾ കോട്ടയല്ല, ബേക്കൽ കോട്ടയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ് പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി കൊട്ടാരം, കിളിമാനൂർ പാലസ്, അതേപോലെ അറക്കൽ പാലസ്, ഇതെല്ലാം. ഓക്കെ, പിന്നെ പാലിയം കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, കനകക്കുന്ന് പാലസ്, കോയിക്കൽ പാലസ്, ഇതൊക്കെ കൊട്ടാരങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി ട്രാവലോഗ്സ്. ഓക്കെ, ഒരാൾ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് ഒരു യാത്ര പോയി കഴിയുമ്പോൾ ആ ഒരു സ്ഥലത്ത് യാത്ര പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരമാണ് സഞ്ചാരക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സഞ്ചാരികളും സ്ഥലങ്ങളും ഒന്ന് നോക്കണം. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂസ് പേപ്പർ, പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചരിത്ര സ്രോതസ്സുകളാണ് ഇത് ഈ പറഞ്ഞ പത്രങ്ങൾ എന്ന് പറയുന്നത്. ലോക്കൽ ഹിസ്റ്ററി, ഒരു ചെറിയ പ്രദേശത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രാദേശിക ചരിത്രം അഥവാ ലോക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഇനി സോഴ്സസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഒരു പ്രദേശത്തെ കുറിച്ചുള്ള നിരീക്ഷണം, വാമൊഴികൾ, സ്ഥലനാമങ്ങൾ, കുടുംബചരിത്രം, ഔദ്യോഗിക രേഖ, പണയരേഖ, പിന്നെ അതേപോലെ നാട്ടറിവുകൾ. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ച സ്ക്രീനിലേക്ക്. ഓക്കെ, സെറ്റാണ്. യെസ്.